நிலாவின் பார்வை ராணியின் பக்கம் கண் தேடுதே சொர்க்கம் கைமூளுதே வெக்கம் പൊന്മാലൈ മയക്കം ഹായ് പൊന്മാലൈ മയക്കം. ലക്ഷ്മി കടാക്ഷം അമ്മേ അനുഗ്രഹിക്കണേ. ഒരാനയെ മേടിച്ച് അവന്റെ മുന്നിലൂടെ ഒന്ന് വിലസണമെന്ന് കുറച്ചു നാളായിട്ടുള്ള എന്റെ ഒരു പൂതിയായിരുന്നടാ. ആരുടെ? എടാ അവന്റെ കർണന്റെ. രാജാവിൻ പാർവൈ റാണിയിൻ പക്കം. അയ്യോ കൃഷ്ണ, അയ്യോ തപ്പടാ. ഇതെന്താ ചിരിക്കണ്? അയ്യോ ഇത് നമ്മുടെ വൈദ്യരാ. എന്നെ തപ്പിട്ട് എന്തിട്ടാണ് അങ്ങേ തല തപ്പിച്ച 2 ഗുളിക കിട്ടിയെന്ന് വരും. അയ്യേ വായുന്റെ ഉള്ളിയാടോ. ഓ എടാ അയാളെ തപ്പാനല്ല പറഞ്ഞ, അകത്ത് പോയി കർണനെ തപ്പാൻ. ഓഹോ വൈദ്യരെ, എന്റെ ഒരു ആഗ്രഹം സാധിച്ചു. എന്താ എന്നെ പിടിച്ച് തപ്പിയതോ? അല്ല, ഇങ്ങനെ ആനപ്പുറത്ത് ഞെളിഞ്ഞിരുന്ന് എന്നെ പാപ്പരാക്കിയതോ? അവിടെ ആരുമില്ല കേട്ടോ. വൈദ്യരെ, അവൻ ഇപ്പൊ എവിടെ കാണാനാ സാധ്യത? കുണ്ടും പോയാലും എവിടെയാ തപ്പുക? കുടത്തില്. അപ്പൊ കരണിനെ കാണാതായാലോ? കളത്തില്. അല്ല, കടവിൽ. ഓ നേരെ കടവിലേക്ക് ഒരു പിടി പിടിച്ചോ. ഇവിടെ ആകട്ടൻ തമ്പി രാജ നടരാജ. അവൻ ഇവിടെയൊന്നും ഇല്ലല്ലോ. പൊന്നപ്പേട്ട അടങ്ങടാ, അവൻ പൊരേ കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ കരുണ. പൊന്നപ്പേട്ട കക്ഷി മുങ്ങി പൊക്കുന്ന കാര്യം ഞാനേറ്റു. ഈശ്വരാ, ഇനി അവൻ പൊങ്ങല്ലേ? അവൻ പൊങ്ങി. ആഹാ, എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചില്ലേ? പൊന്നപ്പെട്ടോ കിട്ടി, പിടികിട്ടാ പുള്ളിയെ കിട്ടി. പൊന്നപ്പെട്ടോ വാ. പൊന്നപ്പേട്ടിന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഇനി വിടുന്ന പ്രശ്നമല്ലോ. ഏത് കാശ്? ഞാൻ ഒരു പൈസ കൊടുക്കാനില്ല. കള്ളം, പച്ചക്കള്ളം. 500 രൂപ കൊടുക്കാനായിട്ട് പൊന്നപ്പേട്ട എന്നോട് പറഞ്ഞതാ. നേരാണോടാ? ഇല്ല, നീയാണേ സത്യം. ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. കണക്ക് പറഞ്ഞ ഞാനല്ലടാ നിനക്ക് അങ്ങോട്ട് കാശ് തരാനുള്ളത്. ചേട്ടൻ 500 രൂപ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ എന്റെ കയ്യിലുള്ള കാശിന് കള്ളും സിഗരറ്റും വാങ്ങി ആണപ്പം ഞമ്മഞ്ഞത്. എവിടുന്ന് കൂടി പറമ്പീന്ന് ഒരു ബീഡി കത്തിക്കാൻ തീ ചോദിച്ചതാ. വലിയ വർത്താനം പറഞ്ഞ് അവിടുന്ന് കൂടി. ആനയുടെ മുതലാളിക്ക് കണക്ക് പറഞ്ഞ് കാശ് കൊടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോവും. പൊന്നു കരണ്ടേട്ടാ. നീ എന്നെ തല്ലണം. ഉറ്റ ചങ്ങാതിക്ക് ഒരു ആപത്ത് വരുമ്പോ ഇങ്ങനെ വേണം നിന്റെ പുറകെ നടന്നതിന്. അല്ലടാ, തല്ലിക്കൊല്ലേ. തല്ലിയാ വലിയ ഗുണമല്ലേ? എടാ നേരെ ജോലിയായിരുന്നു എന്നേ നീ. എത്ര തരാനുള്ളത് എന്താണൊക്കെ? 480. 1 2 3 4 5 20 രൂപ കൂടുതലുണ്ടേ. തരണുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കാണുമ്പോ. എന്താ പോരെ? അത് മതി. പോടാ. അണൽ വാരിട്ട് ആ കിട്ടിയതാ, അതും തൊലച്ചു. എങ്ങോട്ടാ കെട്ടിയെടുക്കുന്നതിന്റെ പറയാ? ഞാനിങ്ങനെ ആനപ്പുറത്ത് വരുന്ന ആ ഒരു പത്രാസ കണ്ടാല്. എടാ കള്ളും വെള്ളവും അല്ല വല്ലതും ഉണ്ടോ നിന്റെ വയറ്റില്? എനിക്ക് വിശക്കണമുണ്ട്. ഒരേ വല്ല കഞ്ഞിയുടെ വെള്ളവും കാണും. ആനപ്പുറത്തിരിക്കുമ്പോ എന്തൊരു സുഖാന്നറിയാവടാ. ആസനത്തെ തരം പോലും. നിന്റെ തള്ളേടി കിടക്കാൻ പറ്റിയ ഒരു സമയം. ഇതിനെ വന്ന് എടുത്താൽ അവളുടെ കയ്യിലെ വള ഊരിപ്പോവും. മൂദേവി, നീ കണ്ടല്ലോ, അവൾക്ക് കുടുംബവും മക്കളൊന്നും അല്ല വലുത്. നമ്മൾ വന്നിട്ട് അവളൊന്ന് ഇറങ്ങി വന്നു. ഒറ്റയടിക്ക് കൊല്ലണം പണ്ടാരത്തെ. ഇന്ന് അവളെ ഞാൻ. അയ്യോ, ഇതെന്ത് പറ്റി പാർക്കുട്ടിക്ക്? ഒരു വയ്യായിക. തെക്കോട്ടെടുക്കാനായിരിക്കും. ഓ, അതൊന്നും പറയാതിരിക്കുവന്നല്ലോ പാർക്കുട്ടി. ഞാൻ ഇവിടെ വന്ന 3-4 ദിവസമായിട്ട് കരതണ്ടി കിടക്കുക. അകത്തോലെ ഇരിപ്പുണ്ട്, എടുത്ത് കൊടുക്ക. വയറ്റിലെ ആന്തരം നടങ്ങട്ടെ. അല്ലേ വേണ്ട, ഞാൻ എടുത്തു കൊടുത്തോളാം. ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ കാശ് എന്റെ കയ്യിലില്ല. ആകെ ഉണ്ടായിരുന്ന നിന്റെ പെണ്ണതൊക്കെ ആനക്കാരൻ എടുത്തു കൊടുത്തത്. ഇങ്ങനെ നീട്ടി പോത് ഒന്നോടെ. മിടുക്കി. മോളിങ്ങോട്ടിരുന്നേ. ചെറിയച്ഛനെ ഭയങ്കരമായിട്ട് വിശന്നാ വന്നേ. വരുന്നത് കെട്ടിക്കേറി വരും ഓരോ അശരീകരങ്ങൾ. എനിക്ക് എണ്ണപ്പെടും. കാശ് മുടക്കിയത് ഞാനാ. എന്നെ കണ്ടതിലുള്ള കെറിവ്. കിണ്ടി, മൊന്ത, ചെപ്പുവടം, വീട്ടു സാധനങ്ങൾ മുഴുവനും 5000 രൂപയും 5 പവന്റെ പൊന്നും കൊടുത്തിട്ടാ. അല്ലാതെ ഓശാരത്തിനൊന്നും അല്ല.
പൂവമ്പഴം പോലിരിക്കുന്ന ഒരു ചെറുക്കനെ കണ്ടുവച്ചതല്ലേ ഈ ഇരിക്കുന്ന നിന്നെ. എന്റെ പാറുവിന് വേണ്ടി നിനക്ക് പിടിച്ചു തന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം വരുമായിരുന്നോടാ പൊന്നപ്പ. ആ പിടിച്ച് കെട്ടിച്ചോട്. ഒറ്റ തടിയാ, പിള്ളേരെ എടുത്തോളാം. നല്ല സ്വഭാവമാ. ദേഹം അനങ്ങാതെ തിന്നാം, തള്ളയ്ക്ക് നോക്കും. ആ ഗോവിന്ദൻ പൂജാരിയെ കൊണ്ട് ഏതാണ്ട് ചെയ്യിച്ച് മയക്കല്ലോടാ നീ എന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചത്. കെട്ടി അന്ന് തുടങ്ങിയതാ തല്ലുപിടി. ഇവരെണ്ണിയ പെണ്ണിന് രക്തം പോക്ക് തുടങ്ങിയിട്ട് ദിവസം 4 ആയി. ഒരു വായു ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നല്ലേ നാളെ വാങ്ങിക്കാൻ മൂന്നൊക്കെ കണ്ടോടാ നിർത്തുന്നുണ്ടോ ഒന്ന്? കണ്ടുമുട്ടിയ കീരിയും പാമ്പോ നിങ്ങളുടെ ഇടയില് ഞാനൊരുത്തിയുണ്ടല്ലോ എല്ലാത്തിനും. ഞാൻ എന്താ ചെയ്യാ? വഴക്ക് തീർക്കാൻ ഒരു വഴി അറിയാം. വല്ല വിഷവും കഴിച്ച് ഇവിടെ എന്താ തള്ള ഞാൻ കൊല്ലും. ഒട്ടും ആ നീ പറഞ്ഞോടി അവന്റെ കൂടെ ഉള്ള പുറത്ത് മാറ്റുവാന്ന്. ആ ഒന്ന് കൊണ്ടുപോയി തന്നാ മതി. രണ്ടുപേരെ കെട്ടിപ്പിടിച്ചങ്ങ് ജീവിച്ചോ. ആ കൊണ്ടുപോവാ. നിന്റെ കൂടെ പുറക്കാൻ നീ വിടുതലടാ. എടുക്കാനുള്ളതൊക്കെ എടുത്തോടി. കരുണേട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് പോകാമേ. ആർക്കുട്ടിയെ പിള്ളേർ ഉറങ്ങി. ഉറങ്ങി. 4 ആളെ മുമ്പിൽ കണ്ടാ പിന്നെ നാവിന് എല്ലില്ലാണ്ട് എന്തൊക്കെ വലിയ വർത്താനങ്ങളാ പറയുന്നേ. ഇടിക്കും തൊഴിക്കും. കരുണം കുഞ്ഞെ, വെറുതെ അല്ല എന്റെ അമ്മ കരനീളെ പറഞ്ഞു നടക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം ഇടിയും തൊഴിയുമാ എനിക്കിട്ടെന്ന്. നാട്ടുകാരും അങ്ങനെയല്ലേ വിശ്വസിച്ചിരിക്കുന്നത്. പ്രകൃതം അതാണല്ലോ. മണൽ വരുന്ന കയ്യാ, ഒരു വീക്കന്നാലുണ്ടല്ലോ. ഈ കൈകൊണ്ട് ഒരു തല്ല് കൊള്ളാൻ എനിക്ക് കൊതിയാ. ഈ നെഞ്ചിനുള്ളില് കല്ലാണെന്ന എല്ലാവരുടെയും വിചാരം. പറച്ചിലുകാർക്കറിയോ നിറയെ സ്നേഹാണെന്ന്. ആ സ്നേഹം മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് മാത്രം തരാനല്ലേ മറ്റുള്ളവരുടെ മുമ്പില് ഈ വഴക്കും ബഹളവും ഒക്കെ. അമ്മ നാളെ വരാന്നും പറഞ്ഞാ പോയിരിക്കുന്നു. എന്നെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ടു പോവാൻ സൂക്കേട് മാറും വരെ അമ്മയുടെ കൂടെ അവിടെ താമസിക്കാനാ. നീ എന്ത് തീരുമാനിച്ചു? പോകുന്നില്ലാന്ന്. പോണം. വേറെ ആരാ ഇവിടെ നോക്കാനുള്ളത്? ഞാനിവിടെ ഇരുന്നാല് കുടുംബം പട്ടിണിയാവില്ലേ? കരുണേട്ടനെ സ്നേഹിച്ചു തീർക്കാൻ ഈ ആയുസ് മതിയാവില്ലല്ലോ എനിക്ക്. ഞാൻ മനസ്സിലാക്കും പോലെ മറ്റാരും. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നേരെ ഉച്ചയായി. വയറ്റില് വിശപ്പറിയപ്പോഴേ തോന്നി. കരുണ, കരുണ, നീ ഒന്ന് വേമ്പാ. പാറക്കുട്ടി, ആർക്കുട്ടി വാ.
തുമ്പിൽ തിങ്കൾ പോവ് എന്തു വേണം എന്തു വേണം ഇനി നിനക്കെന്തു വേണം കൈവളകൾ കാൽത്തളകൾ മേടക്കൊന്ന പൂവിൻ പാദസരം ഏഴു സ്വരം ഏഴു വർണ്ണം മാരിവില്ലു കൊണ്ടോരോണവില്ല് പൊന്നിൽ കുളിക്കാൻ കണ്ണാടിയാറ് കൈകൂട്ടി നിൽക്കാൻ സ്നേഹസൂര്യൻ അമ്മ വരും ഉമ്മതരും ദൂരെ മറഞ്ഞു നിൽക്കും ചിന്നി ചിന്നി പെയ്യും പാട്ടേ ചെല്ലക്കാറ്റിൻ കാലാട്ടോ ഞാൻ തുമ്പച്ചോറിൽ കണ്ണീരുപ്പ് ചില്ലത്തുമ്പിൽ തിങ്കൾ പൂവ് എന്തു വേണം എന്തു വേണം ഇനി നിനക്കെന്തു വേണം നക്ഷത്രങ്ങൾ താഴെ വരും പൊന്നും കൂടത്തിന് പൊട്ടുതോടും സങ്കൽപ്പങ്ങൾ തേരിൽ വരും രാജകുമാരനായി കൂട്ടുനിൽക്കും ഒരു തുള്ളി മഞ്ഞിൽ ഒരു ദേവലോകം ഓരോ കിനാവും പൂമ്പാറ്റ പോലെ എന്തു വേണം എന്തു വേണം ഇനി നിനക്കെന്തു വേണം ചിന്നി ചിന്നി പെയ്യും പാട്ടേ ചെല്ലക്കാറ്റിൻ താലാട്ടോ ഞാൻ തുമ്പച്ചോറിൽ കണ്ണീരുപ്പ് ചില്ലത്തുമ്പിൽ തിങ്കൾ പൂവ് എന്തു വേണം എന്തു വേണം ഇനി നിനക്കെന്തു വേണം ഇനി നിനക്കെന്തു വേണം ഇനി നിനക്കെന്തു വേണം അല്ല ചിലപ്പോൾ ചേട്ടനോ എന്താ ബാഗ് കേട്ട് പണിക്ക് ദൂരെ മലയിലേക്ക് ഇപ്പൊ പോയാ വെളുപ്പിനെത്തും. പണിക്കോ എന്ന് തിരിച്ചു വരും? രമണിച്ചിട്ടയുടെ കല്യാണത്തിന് കുറെ പൊന്നുമണം ഉണ്ടാക്കണ്ടേ? എല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. പോകുന്ന വഴിക്ക് നിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി. ആ നിനക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൈനീട്ടി. ഇതെല്ലാം കയ്യിൽ വെച്ചു. വരട്ടെ. ഹായ്, നല്ല ഭംഗിയുള്ള വളകള്. ഇത്ര നേരം ഉണ്ടായില്ലല്ലോ, ഇത് എവിടെ നീട്ടിയതാ? ഇപ്പൊ ചെലപ്പൈച്ചേട്ട കൊണ്ട് തന്നിട്ട് പോയതാ. പിടിച്ചേ. ശോഭേ, അച്ഛൻ വാങ്ങിത്തരാത്ത ഒന്നും എന്റെ മക്കൾക്ക് വേണ്ട. ദാ, വാങ്ങുന്നത് അച്ഛന് ഇഷ്ടമല്ല. കണ്ണും കാതും അച്ഛനും ഉണ്ട്. മനസ്സിലായല്ലോ നമുക്ക്? ആരാടി അവൻ? ആരാ പഠിപ്പിച്ചത്?
ആരാണെന്ന് പറയാൻ നല്ലത്, അതിനെ കൊന്ന് കണ്ണാടിപ്പഴേ തള്ളു ഞാൻ. എന്റെ മക്കളെ, ഞാനിതൊക്കെ താക്കും. എനിക്ക് വയ്യായേ, എനിക്ക് വയ്യായേ, അയ്യോ, എനിക്ക് വയ്യായേ, എന്റെ മക്കളെ, എനിക്ക് വയ്യ. കളിച്ചല്ലോ. എടാ ദ്രോഹിണി, ഈ എന്റെ കൊച്ചിനെ കൊന്നത് ഇവനാ, ഇവൻ. ഇന്നലെ കൊല്ലുമെന്ന് പറഞ്ഞവ ഇവൻ, ഈ ദ്രോഹി എന്റെ കൊച്ചിനെ കൊന്നേ. നീ സത്യാത്തോടാ ദുഃഖം. അല്ല, എല്ലാരും ഉണ്ടല്ലോ. സുന്ദരിമാർ ഓരോരുത്തരേ വന്നോളൂ. വരൂ. ആ, ഓരോരുത്തരായിട്ട് കൈ തന്ന് കയറിക്കോളൂ. ആ, കൈ തരൂ. മെല്ലെ മെല്ലെ മെല്ലെ. അങ്ങോട്ട് ഇരുന്നോളൂ, അങ്ങോട്ട് ഇരുന്നോളൂ. ക്യൂ വലിക്കും. ആ, അവിടെ ഇരുന്നോളൂ. എന്താ ഇത്? മുൻതസ് വന്നില്ലേ? ഇന്നവളെ നിക്കാഹ. ആവൂ, ആ കൊച്ചു രക്ഷപ്പെട്ടു. നീ എന്റെ കൈയൊന്ന് പിടി. വയ്യ. വയ്യെങ്കി യാത്ര ഒഴിവാക്കുന്നതല്ലേ നല്ലത്. വെറുതെ അല്ല നിന്നെ പഞ്ചാര കുഞ്ചു എന്ന് വിളിക്കുന്നത്. അധികം ചിരിക്കല്ലേ, ആയുസ് കൂടും. ബാക്കിയുള്ളവർക്ക് പാരയായിട്ട്. കുട്ടിയേട്ടാ, എന്താ എന്താടാ പറഞ്ഞ? പൊക്കാനി പൊട്ടിച്ച് ബോംബിന്റെ സാമ്പിളാ. എന്താ വേണോ? ആ, മനസ്സിലായി. ലവ് ലെറ്റർ അല്ലേ? കുഞ്ഞുങ്ങൾ മുട്ടകളിൽ വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പാ പ്രേമം. ചുമച്ചും കുഴച്ചും ഇങ്ങനെ ഇരുന്നോ? കരക്കാരെ കൊണ്ട് മാവ് വെട്ടിക്കത്തുമില്ല. വൈദ്യരെ, നെഞ്ചത്തൊരു പൂക്കളൊക്കെ വെച്ച് ചമഞ്ഞൊരുങ്ങി കിടക്കണ്ടേ? എന്റെ മുഖം കണ്ടേ ഞാൻ പോകൂ. പോലെ ഞാനും കൂടി ഉണ്ടേ. ഒന്നപ്പനല്ലത്. ആള് കരയെന്ന് മുങ്ങിട്ട് കൊല്ലൊന്നായില്ലേ? ആ പെണ്ണിന്റെ ശവം പുഴയിൽ പൊങ്ങിയ അന്ന് കരുണൻ കരവിട്ടു. അവനെ തേടിയാന്ന് പറഞ്ഞ് പുറകെ ഇവനും. നീ കരുണനെ കണ്ടോ? ഇല്ല, അവനൊന്നും വരാൻ പോലില്ലാന്നേ. അവൻ വരും, ഇന്നല്ലെങ്കിൽ നാളെ. അവന്റെ ചോരയിലൊന്നും ബാക്കിയില്ലേ ഈ കരയില്, അതും തേടി അവൻ വരും. നീ വള്ളടാ. കുട്ടാ, വീട്ടിൽ എന്തൊക്കെയുണ്ടാ വിശേഷം? ഓ, ഒന്നുമില്ല. ചേട്ടൻ അയക്കുന്ന കത്തും വായിച്ച് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ചേച്ചി കാത്തിരിക്കുക. അവിടെയല്ല, ഇവിടെ ഇറങ്ങ്. ഞാൻ വീഴാൻ പോയതാ. അപ്പൊ പൊന്നപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഓ, എന്നാ. എന്റെ ചായക്ക് കുറച്ച് മധുരം ആയിക്കോട്ടെ. ഷുഗർ സാധാരണ എല്ലാവർക്കും കൂടുതൽ, എനിക്കാണെങ്കിൽ തലതിരിവാ. രമണിയുടെ ചായക്ക് അല്പം മധുരം കൂടുതലായി കണ്ടാവി. മര്യാദക്ക് ചായ കുടിച്ചേച്ച് പൈസ തന്നിട്ട് ഇറങ്ങി പോടാ. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ അടങ്ങി. മീൻകൊട്ട പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. ഓ, ഒരു വൃത്തിക്കാരി. എഴുന്നേക്കടാ, ഇറങ്ങടാ വെളിയില്. കാശ് നമ്മള് കച്ചവടക്കാര് ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചേക്കണം എന്റെ രമണി. ചായയോ കാപ്പിയോ? രണ്ടാപ്പോ കുടിക്കാൻ കുറച്ച് വെള്ളവും. രാവിലത്തെ ഒക്കെ തീർന്നു. എന്നാ ഞാൻ ഇറങ്ങുവാ, കുടി ചെന്നിട്ടാവാം. ആ, മണല് വിറ്റ് കാശുണ്ടാക്കിക്കോ. ഇടയ്ക്ക് നമ്മളെയൊക്കെ ഒന്ന് കണ്ടാവി മൈൻഡ് ചെയ്യണം. എന്റെ ഭാര്യയും കുട്ടികളെയും പട്ടിണിക്കിടാനാണോ? കാട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കച്ചവടമൊക്കെ കടയ്ക്ക് വെളിയില്. ഞാൻ പോവാണ് അപ്പനെ. കണ്ടാവി ഉണ്ടല്ലോ, നിന്റെ കച്ചവടം നടക്കട്ടെ.
രാവിലെ വന്നിരിക്കുന്ന ഓരോ അവതാരങ്ങള്. രണ്ടു വടം കോരിക്കൊണ്ട് വരുന്നവരെ കടയിൽ നോയിക്കൊണ്ട് കണ്ടാവി. ഓ ആയിക്കോട്ടെ. പൊന്നപ്പേട്ട ഉം. ഒന്ന് നിന്നെ. എവിടായിരുന്നു? ഓ ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കണ്ണനെ കണ്ടോ? കണ്ടിട്ടെന്തിനാ? അവനിവിടെ ഓരോരുത്തർക്കും ഒരറവ് മൃഗല്ലേ. ഒരിക്കലും ഇക്കരെ വരായിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും അവൻ മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവോ കണ്ണേട്ടന്? ആർക്കും വേണ്ടായിരിക്കും, പക്ഷെ പൊന്നപ്പേറ്റിനൊറ്റ ചങ്ങാതി വേണ്ടേ? വേണം. കൊലയ്ക്ക് കൊടുക്കാൻ മനസ്സ് വരാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ പോട്ടെ, കടയിൽ ആളില്ല. വരുന്നു, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, വീട്ടിൽ പോയി അവളെ ഒന്ന് കണ്ടാൽ അത്ര ആശ്വാസമായി. അടുത്ത വെള്ളം വെച്ചാ ചോരും. ഇപ്പൊ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല. ശർക്കരയും മണലൂടെ ഉരുക്കി പെരട്ടിയാലോ ചേച്ചി? നിന്റെ പഠിത്തം കഴിഞ്ഞോ? ഡോക്ടർ ആവാനൊന്നും അല്ലല്ലോ. തോറ്റാ കുട്ടനോട് സമാനം പറഞ്ഞോണം നീ. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊടുത്താ നീ ഫീസ് കൊടുക്കുന്നതേ. ആ ഓർമ്മ വേണം. ഉണ്ട് എനിക്ക്. കുട്ടേട്ടന്റെ പ്രായക്കാര് തിരിഞ്ഞു തിമിർത്ത് നടക്കുക. പാവം കുട്ടേട്ടൻ. ഈശ്വരൻ അവൻ ഇങ്ങനെ ഒരു സൽബുദ്ധി കൊടുത്തിരുന്നില്ലെങ്കിൽ കഞ്ഞി വെക്കാൻ നേരവും കാലവും നോക്കേണ്ടി വന്നേനി. ചേച്ചി ദേ നോക്ക്, ആരാ വരുന്നേന്ന്. ഏട്ടാ, ഏട്ടനെ കാണാഞ്ഞിട്ട് വലിയ വിഷമായിരുന്നു ഇവിടെ ഒരാൾക്ക്. ആണോടി? ആണോടി? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. അതെങ്ങനാ, കെട്ടിയോളെക്കാളും വലുത് കൂട്ടുകാരനല്ലേ. പോട്ടെ, കരുണേട്ടനെ കണ്ടായിരുന്നോ? ഇല്ല. ശരി, അകത്തോട്ട് വന്നാട്ടെ. ആ നിക്ക് എടി അശ്വതിക്കൊച്ചേ, ദാ നിനക്കും കുട്ടനുള്ളതൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ആഹാ, അപ്പൊ നമുക്കൊന്നും ഇല്ല. ഏ ഇല്ല. ഇല്ലേ? അത് പറ. ഇങ്ങെടുത്തെ ദാ, എത്ര ഉണ്ട്? നീ തന്നെ എന്നെ നോക്ക്. എണ്ണി നോക്കട്ടെ. കോളടിച്ചല്ലേ ചേച്ചി? എന്താ എനക്കും വേണോ വീതം? ഏയ്, എനിക്ക് വേണ്ട. ഏട്ടന്റെ പേഴ്സിലുള്ളത് എന്നും ചേച്ചിക്ക് വേണ്ടി കരുതി വെക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ആഹാ. ഞാൻ പോയതിനു ശേഷം ഇവിടെ ഭയങ്കര പുസ്തകം വായിക്കാറുണ്ടല്ലേ? ഇതെന്ത് പറ്റി? പച്ചയായിട്ടാണല്ലോ വരവ്. വരുന്ന വഴിക്ക് കള്ള ഷാപ്പൊന്നും ഇല്ലായിരുന്നോ? അത് പിന്നെ നീ കണ്ടില്ലേ, കയ്യിൽ കാശ് കുറവല്ലേ? അയ്യടാ, അത് കള്ളം. പായം തുറന്നേ. ആ ഇല്ലെന്നേ. ഒന്ന് തുറന്നേ മോനെ, എനിക്കറിയാത്ത ആളല്ലല്ലോ. ഊതിയേ. കേട്ടോ ഏട്ടാ? അമ്മുക്കുട്ടിയില്ലേ, തുമ്പിയേ, അവള് ഏട്ടനെ അന്വേഷിച്ചു. ഏട്ടൻ വന്നോന്ന് ഇന്നും ചോദിച്ചു. സത്യമായിട്ടാ, ആ പെണ്ണിന്റെ ഒരു ഗതികേടെ കഷ്ടമുണ്ട്. ഞാൻ അവിടെ ഒന്ന് പോയി ഏയ്, കാപ്പ് കുടിച്ചു പോകും. വേണ്ട. അതെ, ഒന്ന് അമ്മേ. പിന്നെ അതൊരു പൊടി ഉണ്ട്. ദാ, ഒരു കുപ്പി കള്ളു കുടിച്ചേച്ചു പോ. ആ പിന്നെ അന്തിപ്പാതിരാക്കൊന്നും എത്തണേ. ഇന്നെങ്കിലും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കണം. ഞാൻ എത്തിക്കോളാടി. ഈ അമ്മ നിനക്ക് എന്നും ഒന്നും വിളക്ക് വെക്കുന്നില്ലേ? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ എണ്ണ മേടിക്കുന്ന കാശൊക്കെ എവിടുന്നോ വല്ലോ? മോഷ്ടിക്കുന്നതാ അമ്മമ്മയുടെ. അവരൊരു ദിവസം പിടിക്കും, അതോടെ എന്റെ കാര്യം പോക്ക. നിനക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ദേ, ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്ന് നിനക്ക് വിളക്ക് വെക്കുന്ന എന്തിനാന്നറിയോ? എനിക്ക് കൂട്ടിരിക്കാനാ. എനിക്ക് ഈ ഭൂമിയില് സ്വന്തം പറയാൻ അമ്മമ്മേ ഉള്ളൂ. ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിനക്ക്? ഉണ്ടായിരുന്നേല് എന്റെ അമ്മയും ശോഭേച്ചയും. ഞാൻ പോവാ. എന്നെ കണ്ടില്ലെങ്കിലേ അമ്മമ്മ നാടളക്കും. നാളെ കാണാം. കടുവ നിന്നേക്കാൾ വലിപ്പമുണ്ട്. വെറുതെ വളർത്തുവാ. മുട്ടയ്ക്ക് വലിപ്പം കൂട്ടിയില്ലേ, ഷാപ്പി കൊടുക്കും നിന്നെ ഞാൻ. എന്തൊക്കെയാണോ വിശേഷങ്ങൾ? നീ എവിടെ ആയിരുന്നടാ പൊന്നപ്പ? എന്തിനാടാ ആ പെണ്ണിനെ എങ്ങനെ തീതിയിട്ടുന്നത്? നീയും കൂടെ ഇല്ലെങ്കിൽ അവക്ക് എന്തുവാടാ ഒരു സ്വസ്ഥത? നീ ഇരിക്കെ. അല്ല, തുമ്പിപ്പെണ്ണോടെ? ആർക്കറിയാം, കര തൊണ്ടി നടക്കുകയല്ലയോ. എടി തുമ്പിപ്പണ്ണേ, തുമ്പി, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? ഞാൻ താടി ഇത്ര കളിക്കും.
സഹായിക്കാൻ നിന്റെ തന്തയാത്തോ? അല്ല, ഈ ചെറിയച്ഛനെ. എവക്ക് കുറച്ച് കൂടുന്നുണ്ട് വേലത്തരങ്ങള്. നിന്റെ അടുത്ത് വല്ല ഒപ്പിച്ചോടാ? അവൾ ഒപ്പിച്ചോട്ടെന്നേ, അതിനല്ലേ ഞാൻ വന്നത്. ഈ കോത എനിക്കും മകളല്ലേ, എന്റെ കരുണന്റെ മകൾ. ആരുടെ മകളെന്നാ പറഞ്ഞേ? കരുണന്റെ അല്ലേ? അങ്ങനെ ഒരു അച്ഛൻ എനിക്കുണ്ടോ? അങ്ങനെ ചോദിക്കുമോളെ. ഞാൻ എന്റെ പാറക്കുട്ടിയെ എങ്ങനാ വളർത്തിയത്? കെട്ടിക്കാറായ പ്രായത്തിൽ ചേരുന്ന ഒരുത്തനെ കണ്ടുവച്ചതാ നിന്നെ. അവൻ മൈക്കെടുത്തില്ലേ എന്റെ പെണ്ണിനെ? എന്നിട്ട് ഞാൻ വെറും കയ്യോടാന്ന് അയച്ചത്. കിണ്ടി, മുണ്ട, ചെപ്പുകുടം, വീട്ടു സാമാനങ്ങൾ മുഴുവൻ 5000 രൂപ, 5 പവൻ. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ചെറിയ? പാറക്കുട്ടിയെ കെട്ടിയില്ലെങ്കിലും നീ സ്നേഹമുള്ളവനാ. എന്നെ ഇവളെ വന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഗുണം വരും. അവന് ഗുണം വരത്തില്ല. ആർക്ക്? നിന്റെ തന്തയ്ക്ക്. ഇതാവട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കെട്ടി 4 കഴിയുന്നതിന് മുമ്പ് എന്റെ പാറക്കുട്ടിയെ അവൻ കൊന്നു. അപ്പം കൂടെയും കിളിക്കാത്ത 2 കൊച്ചുങ്ങളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ അനുഭവിച്ച അലച്ചിന് ഓർക്കാൻ വയ്യ. ഇവിടെ മൂത്തതിനെ അവൻ തല്ലിക്കൊന്നു. ഇതിനൊക്കെ അവൻ അനുഭവിക്കും. അത് കണ്ട് എന്റെ കണ്ണടയും. മോളെ അമ്മ നീങ്ങൊന്ന് വാ. എന്നാ ഇത് വെച്ചോ, മോക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മതി. വേണ്ട ചെറിയ. വേണ്ടെന്ന് പറയാനാണോ ചെറിയച്ഛൻ തന്നത്? എന്നാ മോളൊന്ന് ചിരിച്ചേ. എടി ഒന്ന് ചിരിക്കാൻ. ചെറിയച്ഛൻ പോയിട്ട് വരാം കേട്ടാ. ചേച്ചി കൂടിട്ട് കഴിക്കേ. അത് ഞാൻ വരട്ടെ, ഞാൻ കൂടെ കഴിച്ചോളാം. ഇപ്പൊ കഴിച്ചാലേ കഴിച്ചെന്നെങ്കിലും ആവും. കേട്ടോടെ വാസുവേ, ഈ പൊന്നപ്പെട്ട 2 ഉപ്പി അടിച്ചു കഴിഞ്ഞാലേ ആദ്യം 2 വരി പാടും, എന്നിട്ട് 2 പേരെ തുളത്തുങ്ങും, എന്നിട്ട് അവർ 2 റീം വിളിക്കും. ഇന്ന് 4 കാലിലാണല്ലോ വരവ്. ഞാൻ ഭവാൻ ഇങ്ങോട്ട് നോക്കാം. ഇതെന്തൊരു കുടിയാണോ? ഉരുണ്ട് വീഴും മനുഷ്യ. പൊന്നപ്പൻ വീഴും, പൊന്നപ്പൻ നീന്തല്ലേ? അത് പൊന്നപ്പന്റെ അയ്യോ, കള്ളു കുടിച്ചാ വയറ്റി കിടക്കത്തില്ലെന്ന് വിട്ടാ കുറെ കഷ്ടമാ. നീ എന്നെ ഇവന്മാരെ കൊണ്ട് എന്നെ തല്ലിപ്പിക്കൂ. അകത്തോട്ട് വാ, ഞാൻ പറയാം. എനിക്കറിയാവിടെ ഇവന്മാര് നിന്റെ മെച്ചവന്മാരെ. നിനക്കല്ലേ എന്നെ വിലയില്ലാത്തത്. എന്റെ പഞ്ചവാക്യം വേൾഡ് ഫേമസാ, അതായത് കേരളക്കര മുഴുവൻ. ചേച്ചി, ചേട്ടന്റെ പഞ്ചവാക്യം കേൾക്കേണ്ടതാ. പകലരുത്, പലരരുത്, പറയരുത്, പഴമരുത്, പായരുത്. ഇനി ഞാൻ വിശദീകരിക്കാം. പകലരുത്, സൂര്യാസ്തമനത്തിന് ശേഷമേ വെള്ളമടിക്കാവൂ. പലരരുത്, ഏത് കണാകുണയുടെയും കൂടെ കൂടിയിരുന്ന് വെള്ളമടിക്കരുത്. പലരരുത്, അതായത് നമ്മൾ വെള്ളം അടിച്ചിട്ട് മണാ ഗുണാന്ന് പറഞ്ഞ് ഡീസന്റ് ഇല്ല പെരുമാറരുത്. എന്നെ പോലെ ഡീസന്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കും. അതായത് വെള്ളം അടിച്ചിട്ട് നമ്മൾ പഴം കഴിക്കരുത്. കഴിച്ചാൽ കറക്റ്റ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതാണ് വലിയ കാര്യം. പായരുത്. അതിന് 2 അർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം, വെള്ളം അടിച്ചിട്ട് പാ കണ്ട ഉടനെ നമ്മൾ കിടന്നാൽ കൊച്ചിനായി. അടുത്തത്, വെള്ളം അടിച്ചിട്ട് നമ്മൾ പാഞ്ഞാൽ, അതായത് ഓടിയാൽ എന്തും വീഴും സംഭവിക്കാം. ഇനി വിട്ടോ, എങ്ങനെയുണ്ട് പഞ്ചവാക്യം? എനിക്കൊന്നും പറഞ്ഞ് എവിടെ വച്ചിരുന്നതിനെ അന്ത്യ പാലാക്കി സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ ഒക്കത്തില്ലെന്ന് എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ പൊട്ടിച്ചിരിക്കാതെ. പഞ്ചവാക്യമൊക്കെ കൊള്ളാം, അല്പം മര്യാദ ആവാം. എന്റെ 10 സെന്റ് എന്റെ സ്വന്തം കൂര. ഞാനിവിടെ കൂവും കൂത്താടും. ആരാ ചോദിക്കാൻ? എവിടെയാണ് അരിവാള്? ഇവരെ വെട്ടാൻ. പിടിച്ചോ. തലയ്ക്ക് പിന്നെ ഓളമായേ. എന്റെ ദൈവമേ, എനിക്ക് തലയിലെടുത്താണോ ഈശ്വര? അവര് പോയി. ഇതൊക്കെ ചുമ്മാ വെരിഫിക്കേഷൻ അല്ലേ? അയ്യോ, പിള്ളേരെ ചുമ്മാതാന്ന്. എങ്ങനെയുണ്ട്? എന്തൊരു അഭിനയമാ. അതിനല്ലേടി ഞാൻ സത്യമാഷ പടം എപ്പോഴും കാണണേ. ഇങ്ങനൊന്ന് കാണാനല്ലയോ ഞാൻ കാശും തന്ന് വിട്ടത്. 1 കൊല്ലം ആയില്ലയോ ആ പാട്ടും ബഹളവും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട്. ശരിയാ. അതേന്നേ. അതെ, പിന്നെ പിള്ളേരെ നിങ്ങൾ പോയി കിടന്നുറങ്ങ പോന്ന്. അതെ, ചേട്ടൻ നിലാവിനെ നോക്കി ഒരു പാട്ട് പാടാറില്ലേ? അതൊന്ന് പാടിക്കേ. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാം. അന്തിയുണ്ടേ ഇന്നിനല്ല ആളയുണ്ടേ. ഒന്നുദിച്ചാൽ അന്തിയുണ്ടേ ഇന്നിനെല്ലാം ആളയുണ്ടേ. ചെമ്പകുമ്പ ചെമ്മരത്തി പിറവിയുണ്ടേ
അറുതിയുണ്ടേ. ചപ്രമഞ്ച തേരിലെത്തും അമ്പുരാനും മണ്ണിലെത്തും രാപ്പറയൻ ചന്ദ്രനും വീണുപോയാൽ മണ്ണിലെത്തും. ഇന്നാടാ കാപ്പി. ഓ കൂപ്പി ലിപ്സ്റ്റിക് തീർന്നു. ഫെയർ ആൻഡ് ലവ്ലി തീർന്നിട്ട് 3 ദിവസമായി. ദിവസങ്ങൾ എങ്ങനെ തുടങ്ങി തീർക്കുമെന്നല്ല ചിന്ത. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കോപ്പ് വാങ്ങി കൂട്ടാഞ്ഞിട്ടാ. എന്റെ പൊന്നു ചേച്ചി, ഉടുത്തില്ലേലും ഉള്ളത് നനച്ച് പുരപ്പുറത്തിടണമെന്നാ. വയറ്റിൽ എന്താ ഉള്ളതെന്ന് ആരും അറിയത്തില്ല. പെമ്പിള്ളേരെ ക്യാൻവാസ് ചെയ്താലേ 10 കാശ് കിട്ടുള്ളൂ. ചേച്ചി, ദിവസവും 3-4 നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ വള്ളത്തിൽ പെമ്പിള്ളേർ യാത്ര ചെയ്യുന്ന വെറുതെ അല്ല. ഇങ്ങനെയുള്ള ചില നമ്പറൊക്കെ കയ്യിലുള്ളത് കൊണ്ടാണ്. ഇപ്പോഴത്തെ കുറെ ആമ്പിള്ളരും പെമ്പിള്ളരും. ഇന്ന് അരി വാങ്ങിയില്ലേലും ഫെയർ ആൻഡ് ലവ്ലിയും ഇന്നാടി ഈ കാപ്പി വാങ്ങിച്ചിന്റെ ചേട്ടനോട്. ഇവളെന്തിനാണ് ഈ മോഹം വെപ്പിച്ച് നിൽക്കണേ? ഞാൻ വല്ലതും ചെയ്തോ? ഞാനൊന്നും ചെയ്തില്ല. എത്ര നാൾ കൂടി ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാന്ന് വെച്ചതാ. എന്നിട്ട് നിന്റെ ചേട്ടൻ കാണിച്ചു വെച്ച എന്തുവാ? അതിന് നീ തന്നെയല്ലേ കാശ് തന്നത്? കുടിക്കാൻ കാശ് തന്നെ ഞാനാ എന്നും പറഞ്ഞ് 4 കാലി തുണിയില്ലാതെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോട്ട് ചോദിക്കണം. എടാ കുട്ടാ, നീ എങ്ങോട്ടാ? ഇതെന്ത് ചോദ്യം? വള്ളക്കടവിലേക്ക്. നീ വന്നേ. ഇന്ന് ഉച്ച വരെയുള്ള കടത്ത് മതി. ഉച്ച കഴിഞ്ഞേ കുമാരനെ ഏൽപ്പിക്കും. എടാ, അക്കരയിലെ സിനിമാ കോട്ടയിൽ സത്യന്റെ പടം കളിക്കുമല്ലേ? മാറ്റിക്ക് നീ എല്ലാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നേരെ. ഞാൻ കൗണ്ടറിൽ കാണും. അയ്യോ ഏട്ടാ, എനിക്ക് ക്ലാസ് ഉണ്ട്. അയ്യോടെ പഠിച്ചു വലിയ കളക്ടർ ആവാൻ പോവല്ലേ? സിനിമ കണ്ടേച്ചുള്ള പഠിത്തമൊക്കെ മതി കുഞ്ഞേ. നീ ചേച്ചി പറയണ അനുസരിക്കടി. ഇതാ ശരിക്കും വാണിയനും വാണിയത്തെയും കളി. എടാ പിന്നെ നമുക്ക് സിനിമയ്ക്ക് അമ്മൂനെ കൂടെ കൊണ്ടുപോവാം. അവള് ശരിയല്ല എന്റെ ചേച്ചി. അവൾ ആണുങ്ങളെ എങ്ങനെ വട്ടത്തിലാക്കി പൊട്ടം കളിപ്പിക്കാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവളെയാ ഒന്ന് പോടാ. കപ്പലിന്റെ കൊട്ടാരോ പിടിക്കാം. മനമറിയാ ചേട്ടാ രജനീകാന്തെ, എനിക്ക് 10 മുട്ട തരുമോ? നിനക്കാരനോട് മുട്ടയില്ല. ഒരെണ്ണം വെക്കാനാ? എടാ കുമാര, മുട്ട തരുമോ ഇല്ലയോ? ഒരു ദിവസം 100 ദിവസം മതി. പോ. അയ്യോ നാട്ടുകാരെ, നശിപ്പിക്കണ്ടേ? അയ്യോ നാട്ടുകാരെ, ഓടി വരണേ. ഈ കുമാരൻ തന്നെ. സാരില്ല, അതിനൊന്നും നിന്നെയും ചെയ്തില്ലല്ലോ. ചിറ്റ വന്നില്ലേലും എന്റെ മാനം നശിപ്പിച്ചേനെ. ഓ, അത് നിനക്ക് ഉണ്ടെങ്കിലല്ലേ. ഇത് നോളേച്ചി കല്ല് വെച്ചോളാം. ശരി, മുട്ടതാ. കടയിൽ ചായ കുടിക്കാൻ ആളിരിപ്പുണ്ട്. കള്ളി പോട്ടടി. ഈ കുമാരൻ മഹാപെശക. ഒരു നല്ല വെള്ളം. എന്റെയും തുമ്പിയുടെ മുട്ടയുടെ കാശ് കടയിൽ നിന്ന് വാങ്ങിച്ചോ. அளவுக்கு மாசப்படுற ஆம்பளையும் ஆம்பளைக்கு மட்டும் பேசுற பொம்பளையும் எங்கேயும் வாழ்ந்த சரித்திரம் கிடையாது. இவ வழி இது வழி. எப்படி இருக்கு? എന്നിട്ട് വേണം ചോറും കൂട്ടാനും വെക്കാൻ. അരിയിട്ട ചോറാവും. കൂട്ടാന്റെ കാര്യമാ കഷ്ടം. പൊന്നപ്പേട്ടൻ നല്ല കൂട്ടാനില്ലെങ്കിൽ തൃപ്തി വരില്ല. കുണ്ടൂന്ന് വരുത്തി എഴുന്നേക്കും. അതെനിക്ക് സങ്കടാ.
അതിയാന് വയറ് നിറഞ്ഞൊരു ഏമ്പക്കവും വിട്ടു പിന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളവും കുടിച്ച് എഴുന്നേറ്റാലേ എനിക്ക് സമാധാനം കിട്ടും. എന്റെ സമാധാനം തീർന്നില്ലേ? ആ കുരുത്തം കെട്ടവൻ എന്റെ പാറുവിനെ, അതൊക്കെ ഓർക്കുമ്പോ ചങ്ക് പൊടിയുക. കിണ്ടി, മുണ്ട, ചെമ്പ്, കുടം, വീട്ടു സാധനങ്ങൾ മുഴുവൻ 5000 രൂപ, 5 പവൻ. ആ കണക്കൂടെ നേരത്തെ എന്റെ അമ്മാമേ. ഈ കൈ കൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഓ പിന്നെ കഴിഞ്ഞതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാച്ചാ കഷ്ട. വായി നാക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടായിരിക്കും. ഇങ്ങനെ വായും ചരണമൊക്കെ ഉള്ള അവള് പറയട്ടെ. എന്റെ മോടെ വർത്താനം കൂടെ കേൾക്കാൻ ഞാൻ ഇതുവഴി വന്നത്. പഞ്ചാരക്കുഞ്ചി വന്നിട്ടുണ്ടെന്ന് ഇവിടെ പറഞ്ഞല്ലോ. എവിടെ? ആ ഉമ്മർത്ത് കാണും. പഞ്ചാരക്കുഞ്ചേ, ലവ് ലെറ്റർ ഉണ്ടോ ഒരെണ്ണം തരാൻ? ഓ, നമുക്കൊന്നും തരില്ലായിരിക്കും. വെറുതെ അല്ല എന്റെ ഒറ്റ ബുക്കിലും പേപ്പർ ഇല്ലാത്തത്. വലിയ കൃഷ്ണൻ ചമഞ്ഞാണല്ലോ നടപ്പ്. കത്തൊക്കെ എഴുതി ആ കൈയക്ഷരെങ്കിലും ഒന്ന് തെളിഞ്ഞാ മതിയായിരുന്നു. അയ്യോ, കാണാൻ എത്ര ചന്തല്ലെങ്കിലും ദേഷ്യം വരുമ്പോ കാണാൻ ഒരു സുഖമുണ്ട്. ദേ, എപ്പോഴും ഇങ്ങനെ വരുന്നാ മതി കേട്ടോ. അമ്മോ, എന്താ മോളെ ഈ കുട്ടേട്ടൻ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. പോട്ടെ മോളെ, ഈ പൊട്ടം ചിലപ്പോഴൊക്കെ അങ്ങനെ മനുഷ്യനെ കാണാത്ത പ്രകൃതമാ. അതൊക്കെ മേടിച്ചു പിടി. അമ്മയും കൊടുത്തേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊമ്പത്തെ പത്രാസ. എന്നാ പിടി. ഈ കുട്ടന്റെ കാര്യത്തില് അമ്മമ്മ പറഞ്ഞ നേരാ. നിന്റെ കാര്യത്തിലോ? ഞങ്ങളങ്ങോട്ട് പോട്ടെ. തരട്ടെ മോളെ. അന്തിനേരത്തെ കളവിലിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവനെ അകത്താക്കുന്ന ഒരു സുഖമാണപ്പ. സുഖം പറയതിന് ആഴക്കയത്തിന്ന് ചങ്കുപൊട്ടി മണല് വെക്കുന്ന കാശ കള്ളായി ഉള്ളിലേക്ക് ഒഴിക്കുന്നത്. കാശ് പോകുന്ന വിങ്ങലേ എനിക്കുണ്ട്. വിങ്ങണം വെറുതല്ലോ. വളവളാന്നുള്ള വർത്തമാനം നിർത്ത്. പൊന്നപ്പെട്ട മരുന്ന്. എടാ പപ്പ, എന്താ പൊന്നപ്പെട്ട പതിവില്ലാതെ ഈ വഴി? നിന്നെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. കർണന്റെ വള്ളത്തിൽ തന്നെയല്ലേ നീ ഇപ്പോഴും മണൽ വാരുന്നത്? അതെന്തൊരു ചോദ്യ പൊന്നപ്പെട്ട. കർണേട്ടന്റെ വെള്ളമല്ലേ ഈ കിടക്കുന്നത്? കുടുംബം പട്ടിണിയില്ലാതെ കഴിയുന്നതേ കർണേട്ടന്റെ കനിവുകൊണ്ടാ. ആ കനിവിന്റെ ഒരു അംശം കർണന്റെ മകളോട് നീ കാണിക്കണം. വള്ളക്കൂലിയായിട്ട് നീ അവക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ പെങ്കൊച്ചിന് വല്ല പാവാടയോ ബ്ലൗസോ പാടവസ്തോ എന്തെങ്കിലും മേടിക്കാം. ഞാനും കർണേട്ടനും തമ്മില് അങ്ങനെ ഒരു കൂലിയുടെ കണക്കില്ല. കണക്കായിട്ട് നീ കൊടുക്കണ്ട. കരനോടുള്ള കടപ്പാടോർത്തെങ്കിലും നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? കടപ്പാട് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ ബോധം കെട്ടുപോയി. അല്ലെങ്കിൽ അവന് കെട്ടൊരു രണ്ടെണ്ണം കൊടുത്തതന്നെ. അല്ല പിന്നെ എന്താടി? എന്ത് പറ്റി? അവിടെങ്ങും ആരുമില്ല. കിടക്കുമ്പോ നാമം ചൊല്ലി കിടക്കണമെന്ന് പറഞ്ഞാ അനുസരിക്കണം. കൃഷ്ണ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ഒന്നും കാണിച്ച് പേടിപ്പിക്കല്ലേ. ആരോരുമില്ലാത്ത ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണേ. കടന്നു. ആരടാ അത്? നിക്കാനല്ലേ പറഞ്ഞത്? നിക്കാനല്ലേ പറഞ്ഞത്? കരുണ, നീ എവിടെയായിരുന്നടാ? നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ അലയാത്ത സ്ഥലമില്ല. നീ പോയ അന്ന് എന്റെ മനസ്സ് ചത്തു. എന്നെ സ്നേഹിക്കാൻ നീയല്ലാതെ വേറെ ആരുണ്ടടാ ഈ ഭൂമിയിൽ? തിന്ന് ഇറങ്ങോ, കിടന്നാ ഉറങ്ങോ? നീ എവിടേക്കാ പോയെന്ന് വല്ല തിട്ടവുമുണ്ടോ? അതുമില്ല. മകളെ കൊന്നവനെ നാട്ടുകാരും പോലീസും വെറുതെ വിടും. എന്റെ അമ്മുക്കുട്ടിയുടെ മുഖത്ത് നോക്കി എന്ത് സമാധാനം പറയുമെന്ന് ഓർത്തപ്പോ മനസ്സിൽ ഒറ്റ വഴി എനിക്ക് തോന്നിയുള്ളൂ. ഭവാനിയോട് പറഞ്ഞൊരു യാത്രയായിരുന്നു നിന്നെ അന്വേഷിച്ചു. അറിയാവുന്ന കരകളിലെല്ലാം അലഞ്ഞിരിക്കും. കയ്യിലാണ് കാശ്. എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് നിനക്ക് പോകാൻ പാടില്ലായിരുന്നു.
ഈ കരയിന്ന് പോകുമ്പോ എന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ശോഭക്കുട്ടിയെ സ്നേഹം നടിച്ച് പിഴപ്പിച്ച് കൊന്നവനെ കണ്ടുപിടിച്ച് ചെല്ലപ്പായിയെ ഒറ്റ കുത്തിന്. വേണ്ടടാ കണ്ണ, അവനെ കൊന്നാല് നമ്മുടെ ശോഭക്കുട്ടിയെ തിരിച്ചു കിട്ടും. അമ്മുവിനെ വിചാരിച്ചെങ്കിലും ഒന്നടങ്ങു നീ. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? എല്ലാ തെറ്റും കുറ്റവും ചുമന്നുകൊണ്ട് ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ ഒരു സ്വസ്ഥതയുമില്ലാതെ അലഞ്ഞു തിരിയണോ? അവ ചാകണോ? എന്റെ അമ്മുക്കുട്ടിയെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ. കണ്ണു നിറയെ കണ്ടില്ലെങ്കിലും കണ്ടു. മതി, ഇനി ഞാൻ പോവാ. എങ്ങോട്ട് അറിയില്ല, എങ്ങോട്ടെങ്കിലും. ഇനി നീ എങ്ങോട്ടും പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കൂടെ എന്റെ പുരയിൽ നമ്മൾ ഒരുമിച്ച് താമസിക്കും. അത് വേണ്ടടാ. വേണ്ടെങ്കി വേണ്ട, നിനക്കില്ലേ സ്വന്തമായിട്ടൊരു വീട്, എന്നാ അവിടെ താമസിക്കേ. എടാ കർണ, നീ നിന്റെ മകളുമായി ഒന്നിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്റെ കൂടപ്പറപ്പല്ലേടാ നീ. ഞാൻ പറഞ്ഞാ നീ കേക്കില്ലേ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ വന്ന് താമസിക്കാൻ അമ്മുക്കുട്ടി വരുവോടാ? വരും, വരുമടാ. നീ വാ, നമുക്ക് വീട്ടിലേക്ക് വാ. കരുണേട്ടൻ വന്നോന്നറിഞ്ഞു. എവിടെയായിരുന്നു ഇത്രയും കാലം? എന്റെ അണ്ണനെ അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലോ. കണ്ടാ കുത്തിക്കീറാൻ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയാത്ത ആളാ എന്റെ അണ്ണൻ. പിന്നെ എങ്ങനെ ശോഭക്കുട്ടിയെ? ഇല്ല, ഒരിക്കലും ഇല്ല. ചായ വേണ്ട, ഒന്ന് പോകണ്ടോ? നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടണേ? അവളൊരു പാവല്ലേ. നീ കെട്ടാൻ നോക്കടാ. നന്നായിട്ട് ഓപ്പ്. മനുഷ്യന്മാര് കുളിക്കുക അലക്കുകയും ചെയ്യുന്നിടത്താന്നോടി നിന്റെ ഒരു കഴിവ്. ഈ പറ ഒരു ചേതം അറിഞ്ഞാ? ആ പകയം വന്നല്ലേ? ആ അത്രേ അറിഞ്ഞുള്ളൂ. താമസത്തിന് പെരപണി തുടങ്ങി. അമ്മ അറിഞ്ഞാ തന്ത വന്നത്? തന്തയോ? ഏത് തന്ത? കൊല്ലം ഞാൻ അവനെ. അവൻ വന്ന് വിളിച്ച നീ തള്ള ഉപേക്ഷിച്ചു പോവോ? ആര് വന്ന് വിളിച്ചാല്? നിന്റെ തന്ത അല്ലാതാരാ? നീ നന്ദിയോട്ടോളാ. എനിക്കറിയാം നീ പോവും. നിന്റെ തള്ളയെ പോലെ പോയാ കൊന്നുകളെ. കൊല്ലും. ഓ പിന്നെ ഒരു കൊതുകിനെ കൊല്ലാൻ കൂടി ധൈര്യമില്ല, പിന്നെ എന്നെ കൊല്ലാൻ പോകുന്ന. ഇതെന്റെ പൊന്നമ്മാമയല്ലേ, അമ്മുവിന്റെ മാത്രം അമ്മാമ. പോകത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒരു എന്നാലും ഇല്ല. വാ നമുക്ക് പോവാം. അയ്യോ, നീ അമ്മ എടുത്ത് വെക്കോ. വെളിച്ചായി. ഇനി ആളും അനക്കും കൂടി ആയാൽ ഇതൊരു വീടായി. ചടങ്ങിനെങ്കിലും വേണം ഗൃഹപ്രവേശം. സമയം ഒന്ന് കുറിപ്പിക്കണം. ഒരു പാലുകാച്ചൽ. അമ്മുവിനെ വിളിക്കണം. കത്തിച്ച നിലവിളക്കുമായി അവള് വേണം ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് ആദ്യം കയറി വരാൻ. എന്റെ അമ്മു വരുവോടാ? നീ വിളിച്ച അവള് വരും. വാ 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 വാ. ഓ പുറത്തൊക്കെ ഇറങ്ങി നടന്നാലേ കാക്കുണ്ടൂലേ? അമ്മു ഉം. വിളിക്കടാ, വിളിക്കടാ. ഓളെ കണ്ടവനൊക്കെ വന്ന് വിളിക്കുമ്പോ പറഞ്ഞു വിടാനല്ല ഞാൻ അവളെ വളർത്തിയത്. വേറെ ആരുമല്ല, അവളുടെ തന്തയാ വിളിച്ചത്. കൊണ്ടുപോയി കൊന്ന് പുഴയത്താക്കാനാന്നോ? കെട്ടിയവളെ മൂത്ത സന്തതി ഒരു പോക്കാക്കി കൊടുത്തു വിട്ടില്ലേ? ഇതിനെ കൂടെ കൊന്നാലേ നിനക്ക് അടക്കം വരത്തുള്ളൂ അല്ലേടാ? ഇറങ്ങി പോടാ. ജീവൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല. തന്തയാണ് പോലും തന്ത. ഇറങ്ങി പോടാ, പറഞ്ഞത് കേട്ടില്ലേ? കൊല്ലും ഞാൻ, കൊല്ലും. ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ല. ഇതിനെ ഓർത്തിട്ട വൃത്തിയായില്ലേ? മതി. നിന്റെ
കരഞ്ഞു നിലവിളിക്കാൻ? ചത്തതിന് ഇത്രയും വേദന ഇല്ലായിരുന്നു അമ്മമ്മേ. മോക്ക് വിഷമായെന്ന് എനിക്കറിയാം. തന്തയുടെ കൂടെ ഇറങ്ങി പോയേ കാണും എന്റെ ശവം. ഓർത്തോ നീ? അമ്മമ്മേ, ശവം മണ്ണെന്നറിഞ്ഞത് മുതൽ ഉണ്ടാലിറങ്ങോ, കിടന്നാ കണ്ണടയോ? എന്റെ ഭഗവതി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പറഞ്ഞത് മുഴുവൻ ഞാൻ അക്ഷരം പറഞ്ഞ് അനുസരിച്ചില്ലേ? ചെന്ന് വിളിച്ചില്ല ഞാൻ. എന്നിട്ട് അവൾ വന്നോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാടാ? നശിക്കട്ടെ. നശിക്കട്ടെ. എന്നിട്ട് നീ സ്വയം നശിക്ക്. ഭ്രാന്ത് പിടിച്ചവനെ ചങ്ങലക്കിടാം. നിന്നെയോ കൊല്ലണം. കഴിയോ നിനക്ക്? ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും പഴിക്കുക എന്നെ. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നീ എന്നെ വല്ലാതെ മോഹിപ്പിച്ചല്ല. എടാ, ഞാന് നിനക്കൊരു നല്ല ജീവിതം കൊതിച്ചിട്ടാടാ. സമാധാനിക്ക്. അവള് വരുമെടാ. അവള് ഞാനല്ലേ പറയുന്നേ. കരള് പറിച്ചെടുത്താൽ കരണം സഹിക്കും. പക്ഷെ എന്റെ മോള് മുഖത്ത് നോക്കി വെറുത്തുന്നൊരു വാക്ക് പറഞ്ഞാ പിന്നെ ഞാൻ... നീ വിഷമിക്കാതെ. നാളെയാണ് ഗൃഹപ്രവേശം. അത് ഓർമ്മ വേണം. പോട്ടെ മോളെ, പിന്നെ വരാം. അമ്മ പോട്ടെ. കിടക്കാലോ. എനിക്ക് ഇതാ ഇഷ്ടം. കാറ്റുണ്ട്, നല്ല നിലാവും, നല്ല മഞ്ഞുണ്ട്. വല്ല പനിയും പിടിച്ചാലോ? ഇല്ല, നല്ല ശീലമാ. അയ്യടാ, അകത്ത് വന്ന് കിടക്കുന്നോ അതോ? മോള് പോയി കിടന്നു. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്നാലേ ഞാൻ അച്ഛന്റെ കൂടെ ഇവിടെ കിടക്കുന്നുള്ളൂ. മോൾക്ക് അച്ഛനെ പേടിയില്ലേ? എന്തിന്? അച്ഛൻ കൊല്ലുന്ന ആളല്ലേ? അത് നാട്ടുകാർ പറയുന്നതല്ലേ. പറഞ്ഞോട്ടെ. അമ്മൂന്റെ അച്ഛന് ആരെയും കൊല്ലാൻ കഴിയില്ലെന്ന് അമ്മൂനറിയാം. കരണം കുഞ്ഞ് എണീറ്റേ. എന്താ? ഏയ് ഒന്നുമില്ല, ഞാന് നിന്റെ അമ്മയൊന്ന് ഓർത്തുപോയി. അത്രേ ഉള്ളോ? എഴുന്നേക്ക് എഴുന്നേക്ക്. ആ പിന്നെ അരിയും പൊരിയും തീർന്നു. ഒറ്റ സദ്യയോടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിയാലേ വായിക്ക് എന്തെങ്കിലും എറിയാൻ പറ്റൂ. അല്ലെങ്കിലേ മുഴു പട്ടിണിയാ. ഞാൻ അമ്മമ്മയുടെ കൂടെ ഭേഷായി ജീവിച്ചതാ. എനിക്ക് പട്ടിണിയൊന്നും കിടക്കാൻ പറ്റില്ല. പട്ടിണിയാണെങ്കിലേ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോവും.
കൊള്ളാലോ നീയെ. അതിനാ തള്ള നിന്നെ തിരിച്ച് കയറ്റിയില്ലെങ്കിലോ? പാവം, ഞാനെന്ന് വെച്ച ജീവനാ. അമ്മാമ്മയുടെ കാര്യം ഓർക്കുമ്പോ സങ്കട. എന്നെ തെറിയും പറഞ്ഞ് പ്രാകുന്നുണ്ടാവും. അപ്പളേ എന്താ കരുണൻ കുഞ്ഞിന്റെ ഭാവി പരിപാടികള്? അത് ചോദിച്ചത് പിടികിട്ടിയില്ല അല്ലേ? അതിന് തലയിൽ ആളുതാമസം വേണം. ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ദൈവങ്ങൾ നൂലെ കെട്ടി തരില്ല. എന്തെങ്കിലും പണി കണ്ടുപിടിക്കണം. ആ പപ്പൻ അച്ഛന്റെ വള്ളം കൊണ്ടല്ലേ മണൽ വാരുന്നത്? അതെ. വള്ളം തിരിച്ചു മേടിക്കണം. എന്നിട്ട് പഴയ പണി തന്നെ തുടങ്ങിക്കോ. മണൽ വാരല്ലേ? ആലോചിക്കാം. ആലോചിച്ചാ പോരാ, അനുസരിക്കണം. ഓ പപ്പ വന്നില്ലടാ? ഇല്ല, ഇന്ന് വള്ളം ഇറക്കണമെന്നാ പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അവൻ വരുമ്പോ ഞാൻ വെള്ളം കൊണ്ട് പോയെന്ന് പറഞ്ഞില്ല. പപ്പനോട് ചോദിച്ചിട്ടാ. പപ്പൻ കോമല, ഓ, നമ്മുടെ പതിവ് ഇങ്ങെടുത്തോ. നാക്കിയെ തൊടാനും കൂടെ എന്തെങ്കിലും. ഈ കള്ള് പപ്പന്റെ ഒരു സന്തോഷത്തിനാ. ആ സന്തോഷത്തിൽ ഒരു വിഷമുണ്ടല്ലോടാ. അതങ്ങെടുത്തോ. നീ ഇത് പിടിപ്പിക്ക്. കരുണേട്ടന് അറിയാലോ, എന്റെ ഉപജീവന മാർഗമായിരുന്നു ആ വള്ളം. വീട്ടിലെ സ്ഥിതിയൊക്കെ ഒന്ന് നന്നായി വരികയായിരുന്നു. അമ്മ എപ്പോഴും പറയും, കരുണേട്ടന് നല്ല മനസ്സാ വായിൽ അന്നം നിറയ്ക്കുന്നെന്ന്. ആഹാ, ഇതെന്തൊരു പറച്ചിലാ. ഇവന്റെ കഞ്ഞിക്കല അടുപ്പേന്ന് ഇറക്കി വെച്ചിട്ട് വേണോ നിന്റെ തള്ളയ്ക്ക് ചോറ് ഉരുട്ടി തിന്നാൻ? വാ. എന്തുവാ വാരാ. നീ എന്നീ കാണിക്കാൻ? കരുണേട്ടനൊന്നും പറഞ്ഞില്ല. വള്ളം നീ കൊണ്ടുപോയിക്കോ. ഓ, വാ. നീ എന്ത് പണിയായി കാണിച്ചത്? ആ കുടുംബം ഇനി പട്ടിണിയാവണ്ട. പാവാടാ അവൻ. ഒരു പുണ്യാളൻ. വാ. നിന്റെ ആട് എനിക്ക് ആരടി ആടും വേണ്ട പൂടയും വേണ്ട. കൊടുത്തിറങ്ങിയിട്ട് പോന്ന പഠിക്കുക വേണേ എടുത്തു. എനിക്കൊരുത്തിയായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല തള്ള എങ്ങോട്ടാ? നിന്റെ അമ്മയുടെ 16 അടിയന്തരത്തിന്. നിന്റെ അമ്മമ്മയ്ക്ക് വട്ടായെന്ന് തോന്നണം. അമ്മാമ്മേ, അയ്യടാ ചത്തില്ലേ? പുഴയിൽ ചാടിച്ചാവെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയാം, എന്നെ കാണാൻ വന്നതല്ലേ. എന്റെ പട്ടി വരും, പട്ടി. വെറുതെ ഗമ എടുക്കാതെ വീട്ടിലേക്ക് വാ. എന്നോട് ഒരു പിണക്കവും ഇല്ലെന്ന് എനിക്ക് അതിനി ഞാൻ ചാവണം. എന്താ പറഞ്ഞേട്ടാ? പണിയൊന്നും തരായില്ലേ? കയ്യിലുണ്ടായിരുന്ന വെള്ളം ദാനം കൊടുത്തിട്ടാ ഈ ഇരിപ്പിരിക്കണത്. പണി ചെയ്യാൻ മനസ്സുണ്ടല്ലോ, വള്ളം തന്നെ വേണമെന്നില്ല. എന്റെ താറാവിനെ വേണേ നോക്കി നടത്തിക്കും. കാശ് വരുമ്പം എന്താന്ന് വെച്ചൊരു വില തന്നാ മതി. കരുണേട്ടൻ എന്ത് പറയുന്നു? ഒന്ന് ആലോചിക്കണം. ഒന്നും ആലോചിക്കാനില്ല. ദേ കരണകുഞ്ഞെ, എന്റെ സ്വഭാവം ചീത്തയാക്കരുത്. സ്ഥിരമായിട്ട് ഒരു വരുമാന മാർഗം കുമാരന്റെ രൂപത്തില് ദൈവം കൊണ്ട് തന്നപ്പോഴാ ഒരു ആലോചന. നീ തുണിയൊക്കെ മാറി എങ്ങോട്ടാ? സ്കൂളിലേക്ക് SSLC ബുക്ക് വന്നിട്ടുണ്ട്. കുട്ടേട്ടാ. എന്താടി? ഒന്നുമില്ല, വെറുതെ. ഓഹോ, ഞാൻ വിചാരിച്ചു വള്ളം നിർത്താനായിരിക്കുന്നു. നിനക്ക് അപ്പിയിടാൻ. ഇവനെന്താ അത് വള്ളം ഒന്നാണോ അതോ അഭ്യാസം കാണിക്കാണോ? അതും പുഴയുടെ മധ്യത്തില്. നിന്റെ കയ്യിൽ ജീവനെ ഏൽപ്പിച്ചാ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. തുഴയെടുക്കുമ്പോഴേ ഒരു ഓർമ്മയൊക്കെ വേണം. അത് ഞാനോ? അല്ല അവൻ. ശരിയാ, ഈ ചെക്കന് പെണ്ണുങ്ങളെ കാണുമ്പോ എന്തൊരു ഇളക്കോ. അതെങ്ങനെ ഒരു കൊട്ട ചിരിയും പഞ്ചാരയായി ഓരോരുത്തിമാര് രാവിലെ ഇറങ്ങി പുറപ്പെട്ടിരിക്കല്ലേ. തുമ്പിപ്പണ്ട് പറഞ്ഞതേ നിന്റെ കാര്യത്തില് ശരിയാ. നിനക്ക് വച്ചിട്ടുണ്ടടി. അയ്യോ, പേടിപ്പിക്കല്ലേ. വരീതേട്ടോ, എന്തോ കടലുണ്ടോ ഒന്നെടുക്കാൻ? എന്തിനാ? കേറി ഒളിച്ചിരിക്കാനാ. ഞാൻ വിചാരിച്ച താഴെ പോയി നിന്ന് എന്റെ കൈക്കോട് മുതിരിക്കുന്നു. പറയണേ, ഒരു 50 പൈസ കൊടുത്തേ.
അയാള് പൈസ ഒന്നുമില്ലേ? ഇല്ല. എന്നാ പഴയതോടെ കേട്ടോ, ഇത് പിന്നെ തരാട്ടോ. കാണട്ടടി, കാണല്ലേ നിന്നെ ഞാൻ പിടിച്ചത്. വേദനിക്കണം. പിന്നുകൊണ്ട് കുത്തിയിട്ട് നീ ആൾക്കാരുടെ മുന്നിൽ നല്ലുള്ള ചമഞ്ഞല്ലടി. വിടുന്നുണ്ടോ? എന്നെ നല്ല ഒരാളെ പോലും വേദനിപ്പിക്കില്ല, സത്യം വിട്ട് പറയാതെ വിടില്ല ഞാൻ. നിന്നെ കൊണ്ട് സത്യം ഇടിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. ചെക്കൻ താനെ വിടുമെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിന്റെ അമിടുക്കൊന്ന് കാണട്ടടി. അയ്യോ നാട്ടാരെ ഓടി വരണേ. അയ്യോ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത്? എന്ത് പോക്കിരുത്തതാ കാണിച്ചേ? എന്താ കുട്ടായി ചെയ്തത്? അതും പട്ടാപ്പകല് കടവത്തെ ഒരു വകതിരിവില്ലാത്ത പ്രവൃത്തിയായി പോയി. സത്യമായിട്ട് ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട. ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ എന്ത് തെറ്റാണ് അവൻ ചെയ്തത്? ഒരു തന്തയ്ക്ക് പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റില്ല. അത് എന്റെ ജീവനാ അവള്. അവളെ തൊട്ടവനെ ഞാൻ പറയുന്നൊന്നും കേക്ക്. പിള്ളേരെന്തെങ്കിലും ഈശാപോഷ കാണിച്ചെന്ന് വെച്ച് ഇത്ര കാര്യമാക്കണോ? എന്റെ മോളെ കയറി പിടിച്ചവനെ പിന്നെ ഞാൻ പൂമാലിടണോ? ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ ശിക്ഷിക്കാം. ഇനി നീ അവനെ തല്ലരുത്. ചാകണം. നിന്റെ സന്തതിക്ക് അതെ നിനക്ക് ഒന്നാണേ. എന്റെ ചോരയിൽ ഒരു കുഞ്ഞില്ല. എന്നാലും കുട്ടനെ അമ്മുവിനെയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടുണ്ടോടാ? നിനക്കെങ്ങനെ പറയാൻ കഴിഞ്ഞിങ്ങനെ? വാടാ. നല്ലതേ പറയിപ്പിക്കാവൂ, പ്രവർത്തിപ്പിക്കാവൂ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അമ്മൂനെ കൊണ്ട് എന്തിനാ? ഞാൻ കാരണമല്ലേ അച്ഛനും ചെറിയച്ഛനും തമ്മില്? എന്തേലും ഒരു വഴി പറഞ്ഞതാ എന്റെ കണ്ണ. ഇല്ലേലും അമ്മ പിണങ്ങും, സത്യം. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട, അച്ഛനറിഞ്ഞാല് കൊന്നു പുഴയിലെറിയും. ആ, ഒരു വഴിയുണ്ട്. കൂടെ നീ ഉണ്ടാവണം. കൈ ഒഴിയരുത് കൃഷ്ണ ഈ അമ്മൂനെ. ഒറ്റ വലിക്ക് കുടിച്ചോ, അകത്തുള്ള ചതവൊക്കെ മാറും. കുടിച്ചോ? എങ്ങനെയുണ്ട്? വല്ലാത്ത ചവർപ്പ് കാണും. 2-3 തരം വേര് ചതച്ചരച്ച് കലക്കി ഗോമൂത്രം ചേർത്തല്ലേ തന്നിരിക്കണേ. കുട്ടേട്ടാ, എല്ലാവർക്കും എന്നോട് പിണക്കാണല്ലേ? അല്ല, ഇഷ്ട. അത്തരം പ്രവൃത്തികളല്ലേ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ. എന്താ പറയാ, തന്റെ അസുഖത്തിനെ മരുന്നില്ല. അസുരജന്മം. എന്നെ തെക്കോട്ട് എടുത്തൊന്ന് അന്വേഷിക്കാൻ വന്നതാവും അല്ലേടി? ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് വിചാരിച്ചിട്ടല്ല. കുട്ടൻ ചുണ്ടി കൂട്ടിയപ്പോ തോന്നിയ ഒരു കുസൃതിയാ. നിന്ന് മോങ്ങ ഇറങ്ങി പൊടി. കള്ളത്തിൽ മുഴുവൻ പഠിച്ച് കലക്കി വെച്ചിരിക്കുക. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് അവളെ. വേണ്ട, ആരും വിശ്വസിക്കണ്ട. ഒരു കാര്യം പറയാനാ വന്നത്. പറയണ്ട, കേൾക്കാൻ ഇവിടെ താല്പര്യമില്ല ഒരാൾക്കും. അമ്മേ, ഞാൻ കാരണം അറിയാം എനിക്ക്. അച്ഛനും ചെറിയച്ഛനും ചങ്ങാതിമാരായി ഇഷ്ടക്കാരായി ഒന്നിച്ച് ജീവിക്കുന്ന കാണണം എനിക്ക്. അപേക്ഷിക്കാം. അല്ലല്ലേ, ഇങ്ങനെയൊക്കെ വരുത്തി വെച്ച ഞാനല്ലേ? എന്താ വേണ്ടെന്ന് അറിയാം എനിക്ക്.
ഞങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് പാത്രമാക്കിട്ട് തല്ലിയതുകൊണ്ട് ഇവള് കാണിച്ചത് പരിഹാരമാവോ? ഇല്ലല്ലോ. ഇനി എങ്ങനെയാണ് അവന്റെ മോത്ത് നോക്കുന്നത്? വരീതേട്ടൻ ഗുരുവായൂർ കേശവനെ അറിയോ? ഓ എന്റെ വാസു, നീ മനുഷ്യനെ ആസാക്കണ വർത്താനം പറയല്ലേ. അത് ഞങ്ങളുടെ നാട്ടിലൊരു ഒന്നാന്തരം ചീട്ടലിക്കാരനല്ലേ. ഓ എന്റെ വറീതെ, നീ ഇത്ര മണ്ടനായി പോയല്ലോ. എന്തേ? അതൊരു ആന, ഗുരുവായൂർ കേശവൻ. ഓ ആന. ആ ആനയാണ് ആറ്റുംകുട്ടിയെ പോലെ എന്റെ പുറകെ നടക്കണ ഇപ്പോഴത്തെ കൊമ്പൻ. ആന ചത്തിട്ട് അതിനാ എന്നെ തല്ലിയത്? അല്ല, മേലിൽ ആന വേണ്ടത്തരം പറയാതിരിക്കാൻ. മനസ്സിലായോ? ആഹാ, ഒരു 9:30 മണിയാവും. ആ തീയെന്തോന്ന്? നിർത്തി. തീയുമില്ല, തീപ്പറ്റിയുമില്ല. പണ്ട് അമ്പലമുറ്റത്തുനിന്ന് ഒരുത്തൻ തീ ഒഴിച്ച് പിന്നാലെ കൂടി എന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. വാസു, കുഞ്ഞെ കണ്ടട്ടാ, അടിച്ചു മാറ്റും. പറയതേ, ഓ നീ വന്നേ. നിന്റെ പേര് പറയുന്നത് തന്നെ. മാറ്റണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി പോയി കളി കുടിച്ചു. ഇതൊക്കെ ഒരു യോഗാണ് വാസോ, യോഗാണ്. എന്താ ഒരു കുപ്പി നിനക്കാ? കള്ളാണേലും തരുന്ന കൈ അറിഞ്ഞേ ഞാൻ അകത്താക്കും. കൈ എന്റേതാ, അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്. കൂടപ്പുറപ്പേ, തെറ്റെന്റേതാ. ക്ഷമ ചോദിച്ച ശീലം എനിക്കില്ല. തല്ലിക്കോ നീ എന്നെ, കൈ കെട്ടിന്ന് കൊണ്ടോളാം. എന്നാലും മിണ്ടാണ്ടിരിക്കരുത്, സൈക്കിളില. കരണം കൊടുത്താൽ പൊന്നപ്പം കുടിക്കും. കുടിക്കടാ. വയ്ക്കോ, എന്നോട് മിണ്ടാതെ പോയി കിടന്നാൽ നിനക്ക് ഉറക്കം വരുമോ? ഒന്നുദിച്ചാലന്തിയുണ്ടേ, ഇന്നിനെല്ലാം നാളെയുണ്ട്. ചെമ്പാകുമ്പാ ജമ്മരത്തി പിറവിയുണ്ട്, അവധിയുണ്ട്. ചെമ്പുല എന്റെ ചാത്തൻ കോഴി കൂവി 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 വെളുപ്പിച്ചു. പൊന്നാരം കുടവട്ടത്തെ ചെമ്പൻ കുഞ്ഞേ, തെങ്ങും കള്ളിനും മണ്ണും കുടമുണ്ട്. കാട്ടുവാക്കാൻ കുടമെത്തി മോലാതടച്ചു, കട്ടുറുമ്പ് കരികണ്ണു വെക്കാതെ വെച്ചു, ഒരു ലോട്ട വേണൽ കുടിച്ചു. ഈ കോട്ടയേറി കടന്നു, കളിമത്തിലെല്ലാം മറന്നു, കൊച്ചു വർത്താനമെല്ലാം പറഞ്ഞേച്ചു പോ. ചെമ്മാന് ചെമ്പുല എന്റെ ചാത്തൻ കോഴി കൂവി 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 വെളുപ്പിച്ചു. പൊന്നാരം കുടവട്ടത്തെ ചെമ്പൻ കുഞ്ഞേ, തെങ്ങും കള്ളിന് തങ്കക്കൊടമുണ്ട. മുട്ടിക്കൊടുക്കട മൂത്താരേ, മുറുക്കട ശേഷാരേ, മണ്ട അനക്കട മടയാരേ, ആടീരമ്പറ കൂത്താടി. മടലെട് തൊടലെട് തടയെട് തടിയെട് തടിയെട് തടയെട് തൊടലെട് മടലെട് മടലെട് തൊടലെട് തടയെട് തടിയെട് മണിയടി മൂത്താരേ. നാടെനിക്ക് നാരങ്ങ, പേരെനിക്ക് പേരയ്ക്ക, വീടെനിക്ക് പുഴമണല്, വീണേണം വിഷ്ണുലോകം. അതിലെനിക്ക് മേലാകാശം, അതിലെനിക്ക് പടിവാതിൽ, അളവെനിക്ക് കടലോളം, ലഹരിക്കൊരു കള്ളുകൂടം. കടം തരാൻ ചീട്ടുണ്ടോ കുറുമാറ്റിത്തത്തെ, കള്ളിക്കുറുമാറ്റിത്തത്തമ്മേ. കടം തരാൻ പാട്ടുണ്ടാ കുറുമാലി ചെറുമി, എന്റെ കുറുമാലി ചെറുചെറുമി. ഇന്നിനി കണ്ണീരില്ല, ഇനി വീട്ടാൻ കടമില്ല, ദീനമില്ല ദുഃഖമില്ല, ലാക്കിന പൂത്തിരി മാത്രം. ചെമ്മാന ചെമ്പുല എന്റെ ചത്തൻ കോഴി കൂവി
പോയാൽ മണ്ണിലെത്തും. വീടു വിട്ടൊരു കൂട്ടാളി കാട്ടിലേക്കിനി മറയല്ലേ, മലമുകളിൽ പോയാലോ പുലിയലറും മടയുണ്ടേ. മരമേറിയ രാപ്പാടി കരളിൽ പെയ്തിന്റെ ഇല്ലിമുളം കാതുണരും കുഴലെവിടെ കൊട്ടെവിടെ. പാൽക്കാവടി കണ്ണില്ലേ വാലാട്ടി പറ്റി കുറുകും വാലാട്ടി പെൺപക്ഷി. മഴവില്ലിൻ കതിരവിടെ മാവേലിക്കുരുവി കാടിൻ അതിരാണി പൂങ്കുഴലി. കാറ്റിലൊരു നറുമണമെത്തി കാവുകൾ കിങ്ങിണി കെട്ടി അട്ടൊരുങ്ങി മട്ടൊരുങ്ങി എങ്ങുമിനി ഉത്സവലഹരി. ചെമ്മാന ചെമ്പുല എന്റെ ചാത്തൻ കോഴി കൂവി 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 വെളുപ്പിച്ച പൊന്നാരം കുടവട്ടത്തെ ചെമ്പൻ കുഞ്ഞേ. തെങ്ങും കള്ളിന് മണ്ണും കുടമുണ്ട്. അവിടെ എന്താടാ നോക്കി വെക്കണേ? കാശട് എടുക്കട്ടെ. ഫുള്ളാ വേട ഒന്ന് പെറുക്കിട്ടാ. നോക്കിക്ക വേഗം. പറകട്ടാ, എന്തായാലും എനിക്ക് ഒരു കളിച്ചിട്ട് പോവാം. ഓ, തമ്പരാനുണ്ടോ കളിക്കാൻ? തീരെ സമയമില്ല. എന്നാലൊരു കൈ നോക്കാം. ഞാൻ നടത്തി. എന്നാ പിടിച്ചോ എന്റെ കാശ്. അടുത്ത ആരാ ഇടുന്നത്? നിങ്ങൾ ചീട്ടിടാശാന് മര്യാദയ്ക്ക് കഴിക്കാണ്. ഭവാനി അയ്യോ എവിടുന്നാ? കാശ് കൊടുത്ത് മേടിച്ചത്. കുറച്ച് നാളായി താറാവറച്ച് തിന്നണമെന്നൊരു മോഹം. ഇന്നാ ഒത്തു കിട്ടിയത്. അടിച്ചു മാറ്റിയല്ലോ. എന്നാ ജ്യോതി, പതിവില്ലാത്തോണ്ട് നീ ഇതിനെ കൊണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി പപ്പും പൂളിയൊക്കെ പറിക്കും. ചെൽ. ഇനി നീ ചെന്ന് കുറച്ച് മുളക്, ഉള്ളി, ഉപ്പ്, മസാല ഇവയൊക്കെ നന്നായിട്ട് അരച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് നന്നായിട്ട് കറി വെക്കാനുള്ള ഏർപ്പാട് നോക്ക്. ഉച്ചയ്ക്ക് കുട്ടം വന്നതിന് മുമ്പ് ഊണ് റെഡിയായിരിക്കണം. നിനക്കെന്താ ഒരു അയ്യോ, സംശയം? ഞാൻ ചുമ്മാ നോക്കിയതാ. എന്നാ ചെല്ല്, ധൈര്യമായിട്ടല്ലേ വേഗാട്ടെ. എടി കർണാന്ന് തോന്നുന്നു. അവനെങ്ങനെ ഇന്ന് ഊണ് വിളിക്കാം. നീ വാ. കയ്യൊന്ന് പിടിച്ചേ. വിളിച്ചോ. എന്നടാ കർണ? ആരാന്ന് മനസ്സിലായോ? അയ്യോ, എന്റെ താരാളിനെ കൊല്ലേ. ദാഹിച്ചു ചോദിച്ചു വളർത്താൻ വേണ്ടി മേടിച്ചതാ. എന്താ വില? 100 രൂപ എടുത്ത്. 100 രൂപയ്ക്ക് ഇതുപോലെ 4 എണ്ണത്തിന് കിട്ടും. ആ കുനിഞ്ഞു നിന്നാ മാത്രല്ല, കണ്ണൊന്ന് മാറിയ അടിച്ചു മാറ്റും. മുതൽ കിട്ടില്ലേ? ഓ, എന്നാ പോ. താറാവുകളെ രണ്ടും നന്ന്. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടത്. ഇവിടെ എന്തോ തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടാ മനുഷ്യ. നാണം കെട്ടിട്ട് വയ്യ. നല്ല തണ്ട് തടി ഉണ്ടല്ലോ. ദേഹം അല്ലെങ്കിൽ ജീവിക്കണം. ഒന്നാമത്തെ ഒരു കുലത്തൊഴിൽ നടഞ്ഞൂടായോ? അത് ചെയ്യണം. പച്ച വെള്ളം കൊടുക്കരുത്. ശരി. വെട്ടുപോത്തിനോട് വേദോഗത്തിന്റെ കാര്യം ഞാനിപ്പോ എന്ത് ചെയ്യണം നീ പറയണേ? പറയട്ടോ. ആ, ജോലി ചെയ്യണം. പോകാം. നാളെ മുതൽ ജോലിക്ക് പോവാം. ഈശ്വരാ. പിന്നെ ഇതിനെ ഞാൻ ഫ്രൈ ചെയ്ത് തിന്നു. ഇത് ഇന്നേറ്റുള്ള ജോലിയൊക്കെ മതി. വാ. നിനക്ക് താറാവറച്ച് ഇഷ്ടാണോ? ഇത്രയും നാള് കൂടെ താമസിച്ചിട്ട് ഇന്നാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത്. ചേട്ടനെങ്കിൽ പോരെ എന്റെ അമ്മൂമ്മയുടെ താറാവ്. പോവാ. നിക്ക് പെൺകുട്ടികൾ കയറാൻ പറ്റേ. ആദ്യം പ്രായമുള്ളവർ കയറട്ടെ. പ്രായമുള്ളവരോട് കുറച്ച് ബഹുമാനമൊക്കെ വേണം. ഇതെന്ത് പറ്റി കുട്ടനെ? ഇനി പറ്റാതിരിക്കാനുള്ള മുൻകരുതലാ. അല്പം ഒന്ന് മാറിക്കേ. പരമേട്ട വാ, കയറിക്കോ. മുമ്പോട്ട് വയ്ക്കോ. അമ്മാവ് കയറിക്കോ. ആ, എല്ലാവരും കയറിക്കോ. കയറിക്കോ. പെട്ടെന്ന് പെട്ടെന്ന്.
ഇറങ്ങുന്നില്ലേ? എനിക്കിഷ്ടാ. കുട്ടേട്ടാ, അമ്മ സത്യായിട്ട് പറഞ്ഞതാ. ഒരുപാട് ഒരുപാട് ഇഷ്ടാ. ഇഷ്ടമാണെനിക്കു നിൻമുഖം, ഇഷ്ടമായെനിക്കു നിൻ സ്വരം, എത്ര ജന്മമായി ഇങ്ങു കാത്തു നിൽപ്പു ഞാൻ, ഇനിയെങ്ങും മറയരുതേ എൻ തോഴി, എത്ര ജന്മമായി ഇങ്ങു കാത്തു നിൽപ്പു ഞാൻ, ഇനിയെങ്ങും മറയരുതേ എൻ തോഴി, ഇഷ്ടമാണെനിക്കു നിൻമുഖം. കുളിരലകൾ ചൊല്ലി കളിച്ചിരി ചില്ലിളകും നിന്നിഷ്ടം, തുമ്പിപ്പെണ്ണേ ഇക്കരക്കാവിലെ ഇത്തിരി തുമ്പമേലിഷ്ടം കൂടാ, പോലെ കയ്യിൽ വന്നൊരിഷ്ടമാണു നീ, ഇഷ്ടമാണെനിക്കു നിൻമുഖം. പുണരുവാനിഷ്ടം, പരിഭവ പനിനീർ കുളിരെന്തിഷ്ടം, തിരുവാതിരയിൽ പൊന്മണിക്കൈ വളത്താളമിരുന്നത് കേൾക്കാനിഷ്ടം, ഒന്ന് മിണ്ടുമോ ഒന്ന് പാടുമോ, വിണ്ണിൽ നിന്നും മണ്ണിൽ വന്നൊരിഷ്ട ഗോപിക, ഇഷ്ടമാണെനിക്കു നിൻമുഖം. എത്ര ജന്മമായി കാത്തു നിൽപ്പു ഞാൻ, ഇനിയെങ്ങും മറയരുതേ എൻ തോഴി, ഇഷ്ടമാണെനിക്കു നിൻമുഖം. കണ്ണിൽ കൈ കൊള്ളും. അടങ്ങിയിരുന്നാ മതി.
ഞാൻ വാൽക്കണ്ണ എഴുതി ചമഞ്ഞു നടക്കണമെന്ന് എന്താ അച്ഛൻ ഇത്ര നിർബന്ധം? എന്റെ സുന്ദരി കുടുക്കെ കണ്ട് നാട്ടുകാർ അസൂയ കൊള്ളണം. യോ, വേദനിക്കുന്നു. ഒന്ന് മയത്തിൽ ചെയ്യച്ചാ. മുഴുവൻ ചെടയാ. അതങ്ങനെ തലവലി ചെയ്യുന്ന പണിയില്ലല്ലോ നിനക്ക്. എന്റെ പാറക്കുട്ടിയുടെ മുടിയാ മുടി. ഈ കട്ടിലൂടെ ഇട്ടേ. എന്താണ് അവന്ന് കിടന്നാല് കൊണ്ടകത്തിട. അല്ല കരുണേട്ടനോടൊന്ന് ചോദിക്കണ്ടേ? അവനാരാ കളക്ടറോ? കൊണ്ടുവരാ കാട്ടില്. ധൈര്യമുള്ളവർ എന്റെ മുഖത്ത് നോക്കി പറയട്ട് വേണ്ടാന്ന്. എന്തായാലും അംഗത്തിനില്ലെന്നാ തോന്നുന്നു. ചവയ്ക്കാ കൊണ്ട് വെക്കണകത്ത്. എന്റെ കൂലിങ് എന്തേലും ഒരാർത്തി പണ്ടാരം. എടാ കുമാരാ, ഒരു 10 രൂപ ഇങ്ങ് വേണം. ബാക്കി എങ്ങനെയായിരുന്നു? ബാക്കിയോ? ഇക്കണ്ട ദൂരത്രയും പെട്ടിഞ്ഞു വന്നിട്ട് 10 ഉലുവ. ഇതൊക്കെ കൊണ്ടുതരാൻ എന്തു പറ്റി? അവസാന കാലായില്ലേ? ഞാനിവിടെ താമസിക്കാൻ പോവാ. ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടുന്ന് ഇറങ്ങാം. എന്റെ പെണ്ണ് പ്രായമായി വരിക. തള്ളയുർത്തിയുടെ നോട്ടക്കുറവ് ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. അത് കൊള്ളൂ. എന്റെ അച്ഛന്റെയും കൂടെ താമസിക്കാനുള്ള കൊതിയോണ്ട് വന്നതല്ലേ? ഓടി അവിടുന്ന്. ഗുംബേ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വല്ല മൂലയിലും ചുരുണ്ടോളാൻ പറ. അല്ലാതെ ഭരിക്കാൻ വന്നാല് ചവിട്ടി പുറത്തു കളയും ഞാൻ. പിന്നെ ഒരു ചവിട്ടുകാരൻ വന്നിരിക്കുന്നു. അതേ, എന്റെ പണി തീർന്നു. കാശിട്ട് എനിക്കും പോയിരുന്നു. ആശോ ആ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ഏതാ കുമാര, മേലാൽ ഈ മിറ്റത്ത് കയറിപ്പോയത്. നിന്റെ ചിരിയും കളിയും പറച്ചിലും ഒക്കെ വേലിക്കപ്പുറം. പ്രായമായ പെണ്ണുള്ള വീടാ. ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇത് നല്ല കൂത്ത്. രാവൻ ചോളം വെള്ളം കോരിയിട്ട് കൂലി വെച്ചപ്പോ തല്ലി കിട്ടി പോലെ. എന്നാ പിടി. അതുകൊണ്ടോ നല്ല വെണ്ണ പോലത്തെ സാധന കിഴക്കമ്മലയിൽ ഇറക്കിയതാ. കാശ് ഇങ്ങോട്ട് തന്നാ നല്ല മണിമണി പോലത്തെ സാധനം ഞാൻ അങ്ങോട്ട് ഇറക്കി തരാം. നിനക്ക് അറിയോ? അയ്യോ, സമയമായി. നീ കൂപ്പിലേക്ക് അതെ. ചെല്ലപ്പോയേ ഒന്നിനു വന്നേ. ചെല്ലപ്പായി നിനക്ക് അറിയാലോ. അത് നല്ല ചോദ്യം. നിന്നെ കാണാൻ പലപ്പോഴും ഞാനിവിടെ വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോഴൊക്കെ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു പോകാറുള്ളത് ഇയാളിന്നല്ലേ. അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കാറില്ലെന്ന് മാത്രം. അതിനുള്ള അവസരം ചെല്ലപ്പായി തന്നില്ലെന്ന് പറ. അതാണ് സത്യം. ഇത് ജോയി, കോട്ടയം അച്ചായൻ. ഒരു കൊച്ചു കോപ്പ് കോൺട്രാക്ടർ, അത്രേ ഉള്ളൂ. അറിയാം. വീട്ടിലാരൊക്കെയുണ്ട്? പെങ്ങള് മാത്രം. ഓ, പെങ്ങളെ കെട്ടിച്ചയക്കാനല്ലേ ഇവനോട് കിടന്ന് നെഞ്ചു പൊട്ടി തടിക്കിട്ട് പിടിക്കുന്നത്. ഓ, പെങ്ങളുടെ കല്യാണം നടക്കും. ദൈവം നടത്തുടോ. എന്നാ നീ റെഡിയാ. ഇദ്ദേഹത്തിന്റെ കൂടെ പോയാ നാട്ടിലിറങ്ങാം. ഓ, എന്റെ ശോഭത്തെ കൊന്നവൻ അവനെ കൊന്നെന്ന് പറയാൻ എന്ത് തെളിവാ നിന്റെ ഉള്ളത്? എന്റെ പെണ്ണിനെ പഴപ്പിച്ചിട്ട് അവനെ ചെല്ലപ്പായെ കൊന്ന പിന്നെ നിന്റെ സ്ഥിതി എന്താവും? ഇല്ലേണ രമണിച്ചിട്ടേ. ഹായ്, ഇതാര്? ആകാശത്തുനിന്ന് പറന്നു വന്ന അപ്സരസോ? അത്രക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ സത്യമായിട്ട് പറഞ്ഞതാ. ഇനി രമണേട്ടനെ കൂടി കണ്ടുപിടിച്ച ഒരു കല്യാണം കൂടാ. എന്നെ പറഞ്ഞു തരാൻ നിനക്ക് അത്രയ്ക്ക് മുൻകരുതിയായോ? അതുകൊണ്ടല്ല. എത്ര നാളെങ്ങനെ ഒറ്റയ്ക്ക്? ഞാനതിന് ഒറ്റയ്ക്കൊന്നുമില്ല. അണ്ണം വന്നിട്ടുണ്ട്. വെള്ളം എനിക്ക് വേണ്ട. എന്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിച്ചാ ചാവൂ. അവളോടെ പോയി തയ്യൽ പഠിക്കാനാന്നും പറഞ്ഞു പോയതാ. ഇരുട്ട് വീഴുന്ന ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? ബാക്കിയുള്ള കൂടെ പ്രാണവേദന. എന്താ തുമ്പി? ഞാനയാളെ കണ്ടച്ച നമ്മുടെ ശോഭിച്ച് എനിക്ക് പേടിയാന്ന് വെച്ച
മോളെന്തിനാ പേടിക്കുന്നേ? അച്ഛനില്ലേ അടുത്ത്? വന്നാലേ അവനെ അച്ഛൻ. വേണ്ട, എനിക്ക് എന്റെ അച്ഛനെ വേണം. എന്നാ ഇതുപോലെ എന്റെ അടുത്ത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ ഇരിക്കെ, നമുക്കൊന്ന് കഴിക്കാം. വേണ്ട. എന്താടാ, എന്ത് പറ്റി? നിന്റെ മോൻ വല്ലായിരിക്കണേ. ഇന്നലെ കിടന്നിട്ട് ഒരുപോലെ കണ്ണടച്ചില്ല. പെൺകുഞ്ഞായി പോയില്ലേ. എന്റെ ശോഭക്കുഞ്ഞിന് സംഭവിച്ചു ഒന്നും അമ്മൂന്. നിന്നെ കണ്ടൊരു കാര്യം ആലോചിക്കാൻ ഞാൻ വന്നത്. നീ പഠിച്ചു എന്താ കാര്യം? അവളെ നോക്കാൻ പ്രാപ്തിയുള്ള ആളൊരുത്തിനെ കണ്ടുപിടി ചെയ്യിപ്പിച്ചാലോടാ. അവളെ കെട്ടിക്കാൻ പ്രായമായില്ലല്ലോ. കെട്ടിക്കണം. അവളുടെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു മനസ്സിൽ. കൊള്ളാവുന്ന ഒരു ചെറുക്കൻ, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു തന്തയും തള്ളയും. നീ വല്ല ചെറുക്കനെയും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ടുപിടിക്കണം. വള്ളം കിട്ടിയതുകൊണ്ട് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞു. അതോട്ടിരിക്കാം. ഞങ്ങൾക്ക് ധൃതി ഉണ്ടേ. കൊയ്ത കറ്റ പാടത്ത് കിടക്കുക. ചെക്കന്റെ അമ്മാവനായതുകൊണ്ട് ഓടി വന്ന് കണ്ടേച്ചു പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. പെണ്ണാ ശ്രീധരം എന്ന് വിചാരിക്കുന്ന കൂട്ടരാ ഞങ്ങള്. പെണ്ണിനെ ഇഷ്ടപ്പെട്ടാല് ഒക്കെ പറഞ്ഞതുപോലെ. വെറും കൈയോടെ ഇറക്കി വിടാൻ ഒത്തിരി ഒന്നുമില്ല. ഒന്നേ ഉള്ളു എനിക്ക്. കഴിവിലും കൂടുതലേ തരൂ. വാ. അങ്ങനെയൊന്നും പോകാതെ ഞങ്ങൾ നന്നായി ഒന്ന് കാണട്ടെ. മോളെ അമ്മു, ഇനി നീ അകത്ത് പോക്കോ. ഞങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടായി. ഓ, ഇനി കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാം. എങ്ങനെയുണ്ട് കക്ഷി? ആ കിളവന്റെ ഒരു നോട്ടവും ഇളിഞ്ഞ ചിരി. അപ്പൊ നിനക്ക് ചെറുക്കനെ പിടിച്ചു. ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ മൂന്നാലാള് അങ്ങോട്ട് വരിക. തീയതി അവിടെ വെച്ച് ഉറപ്പിക്കാം. ഓ, അല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. കല്യാണം കഴിക്കാറായ ഒരു പെണ്ണ് പുര നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ആദ്യ. തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലയോ. വല്ല അബദ്ധവും സംഭവിച്ചാല് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കരുണനെ കണ്ടോ? ഇല്ല. അവനെയും നിന്റെ പെങ്ങളെയും ചേർത്ത് നാട്ടിൽ അത്ര സുഖമല്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കണം. ആ, ശരിയായിരിക്കണമെന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങും. നിന്റെ ആങ്ങളയോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗുണത്തിനാന്ന് വിചാരിച്ചാ മതി. ഞാൻ എന്റെ 2 പെൺപിള്ളേരുടെ തന്റെ. അതുകൊണ്ടാ. പെങ്ങളെ, ചിലതൊക്കെ ഞാൻ കേട്ടു. ഒരേട്ടനും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്. പറയാൻ ആളുണ്ടെന്നറിയാം, പക്ഷെ അതിത്ര നേരത്തെ ചെവി പറയുമെന്ന് വിചാരിച്ചില്ല. ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നാലൊരു പെടപ്പ്. പെറ്റമ്മയായാലും പെങ്ങളായാലും പെണ്ണല്ലേ. അണ്ണൻ വിചാരിക്കുന്നത് പോലെ ഒരു തെറ്റും ഈ പെങ്ങൾ ചെയ്തിട്ടില്ല. തെറ്റ്? നമ്മുടെ അമ്മ ഒരു വലിയ തെറ്റായിരുന്നില്ലേ? അച്ഛൻ ഭരിക്കുമ്പോ നീ മുട്ടൂത്തി നടക്കുന്ന പ്രായം. കുടുംബം പുലർത്താൻ ആരുമില്ലാതിരുന്നിട്ടും ഒരു ബുദ്ധിമുട്ടറിഞ്ഞില്ല നമ്മള്. അന്ത്യായാല് തണ്ടാമാര് വരും, തോണിക്കാര് വരും. അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവർ ഇറങ്ങി വരുമ്പം എനിക്ക് തരും കാശ്. എന്റെ മടിയിലിരിക്കുന്ന നിന്റെ കവിളിത്തട്ടിൽ ആളിക്കും. തിരിച്ചറിവിന്റെ പ്രായമായപ്പോഴേക്കും അമ്മ മരിച്ചു. ആരോരില്ലാത്ത കുട്ടികളോട് നാട്ടുകാർക്ക് അനുകമ്പ തോന്നും. അമ്മയുടെ മക്കൾക്ക് അതും കിട്ടിയിട്ടില്ല. ഓർമ്മയുണ്ടാവും നിനക്ക്? നമ്മൾ രണ്ടാളും വിശന്ന് കരഞ്ഞോട്ടിരുന്നൊരു അന്തിക്ക് ഒരാൾ വന്ന് കുടിയില്. അമ്മയുടെ അന്തിക്കൂട്ടാലും ഒരാള് തണ്ടാര് എന്റെ കയ്യിൽ കുറച്ച് കാശ് വെച്ചെന്നിട്ട് പറഞ്ഞു അരിയും കൂട്ടാനുള്ള സാമാനുകളുമായി കൊണ്ടുവരാൻ. തുള്ളിക്കൊരു കുടം കണക്ക് തകർത്തു പെയ്യുന്ന മഴ. വിശപ്പല്ലേ വലുത്. കാശുമായി ഞാൻ കടയിലേക്ക് ഓടി. അരിയും സാധനങ്ങളും വാങ്ങി തിരിച്ചു വരുമ്പോ കണ്ടത് നിന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന അയാൾ. കൈ കിട്ടി ചെലവത്തടിയാ.
തലയ്ക്കൊരടി കൊടുത്ത് ഓർമ്മയുണ്ട്. നിന്നെ പിടിച്ചോണ്ട് ഒരു ഓട്ടായിരുന്ന മഴയിൽ. അണ്ണൻ ഒന്നേ പറയാനുള്ളൂ, അമ്മ തെറിപ്പിച്ച് ചെളി കണ്ണാടിപ്പുഴ കഴുകിയ ഇവിടെ ഒരു ജീവിതം തുടങ്ങിയത്. പെങ്ങളായിട്ട് കൊലക്കത്തിയുമായി ഒരാൾ കരയിലുണ്ടെന്ന് അറിഞ്ഞു തന്നെയാ വന്നത്. നിന്നെ കരുതിയ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിക്കരുത്. കിണ്ടി മൊണ്ട വീട്ടു സാധനങ്ങൾ മുഴുവനും 5000 രൂപയും 5 പവന്റെ ഉരുപ്പടിയും കൊടുത്താ ഞാൻ എന്റെ മോളെ അയച്ചത്. 2 കൈ നീട്ടി മേടിച്ചവരോട് ഇരിപ്പുണ്ടല്ലോ. വാചോറിനെ കുറച്ച് വെള്ളം ഒഴിച്ചോണ്ടിരിക്കാൻ പറയണ. പറയുന്നതാ കുറ്റം. എടാ പൊന്നപ്പ, ഈ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ എന്തു മാങ്ങാത്തൊലി അവിടെ ഉള്ളതെന്ന് ചോദിച്ചു നോക്ക്. വെറുതെ പഴംപുരാണം പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് കാശ് തന്നെ വേണ്ടേ? അപ്പന് വെള്ളം കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും. പക്ഷെ അത് പോരല്ലോ. എന്റെ 10 സെന്റ് അങ്ങ് പണയം വെച്ചാലോ? അല്ലെങ്കിൽ വിൽക്കാം. ഏതായാലും കാര്യം നടക്കട്ടെ. അത് വേണ്ട. അല്ലാതെ എന്താ ഒരു വഴി? പെരുവഴി. പെണ്ണിനെ ഇറക്കി വിടാനുള്ള കുറച്ച് കാശും പൊന്നും എന്റെ കയ്യിലുണ്ട്. കണ്ടോടാ, പറഞ്ഞ കേട്ടോ. ചാകാൻ കാത്തിരിക്കുക. മുഖത്ത് നോക്കി വർത്താനം പറയാൻ കുറച്ചില്ല. നീ എങ്ങോട്ടാ? തയ്യൽ ക്ലാസ്സിലേക്ക്. ആ പോക്കൊക്കെ അങ്ങ് നിർത്തിയേക്ക്. കല്യാണം ഉറപ്പിച്ചോണ്ടിരിക്കുന്ന പെണ്ണ. കളിക്കാനും തയ്ക്കാനും ചിക്കാനും ഒന്നും പോകണ്ട. അവ കയറിപ്പോ. മോള് സ്കൂളിൽ ചെന്ന് ടീച്ചറിനോടും കൂട്ടുകാരും ഒക്കെ പറഞ്ഞിട്ട് ഇനി പോരാ. പിള്ളേരുകളെയും കൊണ്ട് നടന്നോ? എന്നെ ആണുങ്ങൾ കെട്ടിക്കൊണ്ടു പോവും. അറിഞ്ഞു? ആളെങ്ങനെയുണ്ട്? ആ, എനിക്കെങ്ങനെ അറിയാം? അതിന് മുഖത്തും കൂടി ഒന്നും നോക്കിയിട്ടില്ല. നീ ആള് കൊള്ളാം. ചുമ്മാ വെറുതെ ഒന്ന് മുഖത്ത് നോക്കണ്ടേ? എന്നെ ഒന്ന് തഴയണമെന്ന് തോന്നിയാലോ? തമാശ പറഞ്ഞോ? സംഭവം ഗൗരവത്തിലാ നീങ്ങുന്നത്. എല്ലാരും കല്യാണത്തിന് കാശുണ്ടാക്കാൻ കൊണ്ടു പിടിച്ച ആലോചനയിലാ. കരുണായിട്ട് നിന്നോട് സമ്മതം ചോദിച്ചോ? ചോദിച്ചില്ല. ചോദിച്ചാ നീ എന്ത് പറയും? എനിക്കറിയില്ല. കുട്ടനെ അമ്മൂന് വേണം. അമ്മൂന് മാത്രമായിട്ട്. അത് നമ്മൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പിന്നെ നിന്റെ അച്ഛൻ എന്നെ കുറിച്ച് വലിയ സ്വപ്നങ്ങളാ ഉള്ളത്. മുഖത്ത് നോക്കി പറയാനാണെങ്കിൽ തന്റെ ഇടമില്ല എനിക്ക്. അച്ഛന്റെ സ്നേഹത്തിന് മുമ്പില്. അപ്പോ എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ലേ? കുട്ടം വിളിച്ചാല് ഞാൻ വരും. അച്ഛനെ പോലെ ഉപേക്ഷിച്ച് വിളിക്ക്. ഇപ്പൊ വരാം ഞാൻ. ആരാ അത്? തുമ്പിപ്പെണ്ണാന്നോടി? അല്ല, സുമതിയാ. അന്തിക്കൊരു വിളക്ക് വെക്കാൻ ആരുമില്ല. വെറുതെ അല്ല മുടിഞ്ഞു കിടക്കുന്നത്. തുമ്പിയേ, തുമ്പി. അവൾ ഇതുവരെ വന്നില്ല. വന്നില്ലെന്ന്? ഇത്രയും നേരമായിട്ട് പെണ്ണ് എവിടെ പോയി കിടക്കുക? എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ലല്ലേ? ഇങ്ങോട്ട് തെറുത്തായിട്ട് ഇറങ്ങിയത് കൊച്ചുമോളെ നോക്കാനെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എവിടെ ഉണ്ട് മോള്? ചേട്ടാ, ഇനി എവിടെ പോയി അന്വേഷിക്കും ടീച്ചറാ? പറയതേ, തുമ്പിയെ കണ്ടോ നീ? ആ ചെല്ലപ്പായുടെ കൂടെ വള്ളത്തിൽ പോണ് കണ്ടുല്ലോ. എവിടെയുണ്ട് ആങ്ങള? പറയടി. എന്റെ കൊച്ചു തന്നെ പറയാൻ വന്നിട്ടില്ല. പറയടി, അവിടെ പോയത്. എന്റെ മോളെ കൊന്നോ? അപ്പൊ പുഴയിൽ വലിച്ചെറിഞ്ഞോ? പറയണം. ആദ്യം നേരെ ചൊവ്വ മക്കളെ വളർത്താൻ പഠിക്കും. അല്ലാതെ ചത്തുകുന്തുമ്പോഴും കാണാതെ വരുമ്പോഴും കരക്കാരുടെ പുറത്തോട്ടല്ലേ കാണാൻ വരേണ്ടത്.
വിട്. അയ്യോ വേണ്ട ഇവനെന്റെ മോളെ ഞാനല്ലേ പറഞ്ഞു സമാധാനപ്പെടാൻ. കയറി പോടാ. എടാ വീട്ടിൽ പോടാ. പോടാ. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. അവക്കൊന്നും സംഭവിക്കില്ല. നീ വാ. വാടാ, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ വാ, നടക്ക. അതെ, ഒന്നിങ്ങ് വന്നേ പറയാം. എന്താടി? എന്താന്ന് വെച്ചാ പറ. ദേഷ്യപ്പെടല്ലേ, പിള്ളേരൊരു അവിവേകം കാണിച്ചു. കിഴക്ക് വെള്ളം കയറിയപ്പോ കഥയിലൊരു മുട്ട് കിട്ടും. കിഴക്കപ്പായി എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോ മുമ്പിൽ നിൽക്കുന്ന രണ്ടാളും കുട്ടനും അമ്മു. പോകാൻ വേറെ സ്ഥലമില്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞ് കരഞ്ഞപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തിരിക്കുക. ഓഹോ, എന്ത് തെമ്മാടിത്തരാടാ നീ കാണിച്ചത്? മോക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കരുണനോട് വേണ്ട, ചെറിയച്ഛനോടെങ്കിലും പറയാമായിരുന്നില്ലേ? ഇവളോ പറഞ്ഞില്ല, നിനക്കോടാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. ഇനി കരുണോട് ഞാൻ എന്ത് സമാധാനം പറയും? മകള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നറിയാതെ ഹൃദയം പൊട്ടിയോ പൊരേ കിടപ്പുണ്ട. നീ നിന്റെ അച്ഛനെ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ. കരുണോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോള് ചെറിയച്ഛൻ്റെ കൂടെ വാ. പൊന്നപ്പേട്ട, ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നത് തിരിച്ചുവിടാനല്ല, ഒന്നിച്ച് ജീവിക്കാനാ. ഒരുമിച്ച് ജീവിക്കാൻ കരുണന്റെ സമ്മതമുണ്ടോ? സ്വന്തമായിട്ട് ഒരു കൂര വെച്ച് താമസിക്കാൻ 1 സെന്റ് ഭൂമി ഉണ്ടോടാ നിനക്ക്? കെട്ടിക്കാറായ ഒരുത്തി ദേ നിൽക്കുന്നു. ഒരുത്തന്റെ കൂടെ ഇറക്കി വിടാൻ ഞാൻ പൈസ ഉണ്ടോടാ നിന്റെ കയ്യില്? ഇട്ടാണ് പോലെ ഇട്ടാം. ആദ്യം തറയിൽ ചവിട്ടി നിൽക്കാനുള്ള വകയുണ്ടാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ ജീവിതം കൂടി ചുമക്കാൻ. മോളെ അമ്മ കല്യാണം പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. 4 ചെവിയിൽ അറിഞ്ഞ എല്ലാം നിന്റെ നന്മയ്ക്കാണെന്ന് കരുതി ചെറിയച്ഛൻ പറയുന്ന അനുസരിക്ക് അമ്മെങ്കിലും ഞങ്ങൾ ഇന്ന് മനസ്സിലാക്ക. ഞാൻ എന്ത് ചെയ്യും? മനസ്സിലാക്കിയതൊക്കെ മതി, നീ വാ. ഞാൻ വരില്ല. ഈ വീടും മണ്ണും എന്റേതാ. ഇവിടെ എന്റെ തീരുമാനങ്ങളെ നടക്കൂ. നീ വാ. എന്നെ കൊണ്ടുപോകല്ല ചെറിയച്ഛ. ഇന്നടാ അമ്മു, നീ ഇവളെ കൊണ്ടുവയ്ക്കോ. നിന്നെ വളർത്തിയത് വെറുതെ ആയല്ലോ. നീ ഓർക്കണ്ട, നിന്റെ തന്റെയെങ്കിലും ഓർക്കാമായിരുന്നല്ലോ. ഭവാനി, ഞാനിന്ന്
വരാൻ ഇച്ചിരി താമസിക്കുവേ. അല്ല, ഇതാര് ചേട്ടനോ? വാ ചേട്ടാ, കേറിയിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല. പൊന്നപ്പാ, കേൾക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കരുണന്റെ മകളയായ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം അവസാനം താല്പര്യമില്ലെന്ന് പറഞ്ഞ ഒരു ദിവസം അന്യത്തിന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിന് ഞങ്ങൾക്ക് വേണ്ട. ഇറങ്ങി പോടൂ. പോവാൻ നമുക്ക് അമ്മുവിനെ കുട്ടിന് തന്നെയും കൊടുത്താലോ? അവര് തമ്മിൽ ആശിച്ചല്ലേ ഒന്നിച്ചുള്ള ഒരു ജീവിതം. ഭവാനിക്കുമുണ്ട് അങ്ങനെ ഒരു മോഹം, തുറന്നു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിള്ളേരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവരുടെ ഇഷ്ടം നമുക്ക് നടത്തി കൊടുക്കാം. ഞാൻ പോട്ടെ. പോട്ടെ മോളെ. മോള് അവൻ പറഞ്ഞത് കേട്ടോ? കുട്ടനെ മതിയെങ്കിൽ തുറന്നു പറ. നിന്റെ ഇഷ്ടം അച്ഛൻ്റെ ഇഷ്ടം. ഇല്ല മോളെ, പറഞ്ഞോ. വേണ്ട വേണ്ട, എനിക്ക് പിന്നെ ആര് കട്ടുപടിയതെന്നേ? വെറുതെ പറഞ്ഞതല്ല. കുട്ടനെ അല്ലാതെ അച്ഛൻ പറയുന്ന ആരുടെ കൂടെ ജീവിക്കാൻ സമ്മതം. കുട്ടനെ മാത്രം വേണ്ട എനിക്ക്. കാല് പിടിച്ച് കരയുന്നത് കണ്ടല്ല അച്ഛൻ. എന്നിട്ടും വേണ്ട അച്ഛൻ. തന്റെ ഇടല്ലാത്ത ഒരാളെ കേട്ടാ നിർബന്ധിക്കരുതെന്നെ. പൊന്നപ്പനോട് എന്ത് പറയുന്നേ? അച്ഛാ, രമണി, അമ്മൂനെന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി ചെയ്തു പോയതാ. ഓർക്കാന്നല്ലാതെ വേറെന്തോ പറയാനാ. ഒരു ചായയുടെ വെള്ളം കുടിക്കാന്ന് വെച്ച് പറഞ്ഞതാ. തീ കൂട്ടുന്നേ ഉള്ളൂ. ഇന്നലെ ഒരു തരി കൺപോള പൂട്ടിയിട്ടില്ല. ഞാനും പപ്പേട്ടനും പുഴയിലൂടെ വന്നത് ഭാഗ്യം. അതുകൊണ്ട് ചത്തില്ല. ആര്? കർണേട്ടൻ രാത്രിയിൽ ആരോ കുത്തി പുഴയിൽ തള്ളിയതാ. എവിടേക്കാ? കരുണേട്ടനെ അറിഞ്ഞു. ചത്തിരുന്നെങ്കി എന്റെ ഉള്ളിലെ പേടപ്പൊന്നൊതുങ്ങിയാനെ. പൊടി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചത് മതി. കൊല്ലാനായിട്ട് തന്നെ ചെയ്തതാ. അത് പിന്നെ തോളയിലായതുകൊണ്ട് പോയി മുഖം കഴിയുമല്ല പണിയും ചെയ്യടി വന്നേ. മോളച്ചില്ല. ഇനിയെങ്കിലും നീ ഒന്ന് പറ, ആരാണ് ഈ ചതി ചെയ്തത്? ചെല്ലപ്പായാണോ? എനിക്കറിയില്ല. ഇരുട്ടായിരുന്നുകൊണ്ട് മുഖം കണ്ടില്ല 100 വട്ടം പറഞ്ഞതല്ലേ. മനുഷ്യന് സ്വയം തരില്ലെന്ന് വെച്ചാ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ, നീ ഇവിടെ തന്നെ കാണണം. കരുണേട്ടൻ ചെയ്തത് എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക് എന്റെ അണ്ണനെ. ഉറപ്പായി നിങ്ങളെ ശോഭക്കുട്ടി കൊന്നത്. ഇനി ഇങ്ങനെ അണ്ണനെനിക്കില്ല. അങ്ങനെ പിടിക്കരുത്. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, നിങ്ങൾക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. കരുണേട്ടൻ എന്നോട് മനസ്സ് തുറന്നൊന്നും മിണ്ടാൻ മോഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിന് വിട്ടെന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല ആ മനുഷ്യൻ. ഒന്നെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒക്കെ പറയുമായിരുന്നില്ലേ? വേണ്ട,
എന്നെ നോക്കി ജീവിക്കാൻ എനിക്കറിയാം. പേടിക്കാതിരിക്കാൻ ഇങ്ങനൊരു ഏട്ടന്റെ കൂട്ടും രക്ഷയും വേണ്ട രമണിക്ക്. പെങ്ങളുടെ മനസ്സിൽ പിരിക്കപ്പെട്ട ചാങ്ങള അങ്ങനൊരു അനുഭവം ഭൂമിയിൽ എനിക്ക് മാത്രമായിരിക്കും. ഈ ആങ്ങള നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചെന്ന് എന്നെങ്കിലും തിരിച്ചറിഞ്ഞ ഉള്ളൊരിക്കൊന്ന് പ്രാർത്ഥിച്ച വരും ഞാൻ. പൊന്നപ്പനെ ഒരു നേരം കണ്ടില്ലേ കിടന്നാ ഉറക്കം വരത്തില്ലായിരുന്നു. ഇപ്പൊ അവനെ ഓർത്ത അങ്കലാപ്പ. കുട്ടനെ അമ്മൂന് വേണ്ടാന്ന് പറഞ്ഞാ വിശ്വസിക്കും അവൻ. എന്താ ചെയ്യ? ഒന്ന് ആലോചിച്ചെന്നല്ലേ ഉള്ളൂ പൊന്നപ്പേട്ടൻ. ആലോചനയല്ല, അവന്റെ ആഗ്രഹമാണ്. വെളിപ്പെടുത്താതിരുന്ന ഒരു മോഹം. തല്ലി സമ്മതിപ്പിക്കാൻ പറ്റുമോ എനിക്ക് അവളെ? പേരുദോഷം കേൾപ്പിച്ച പെണ്ണിനെ കൊള്ളാവുന്ന ഒരുത്തം കെട്ടുവോ? ആ വിഷമം വേണ്ട കരുണേട്ടന്. താല്പര്യമാണെങ്കിലേ, അമ്മൂന് സമ്മതമാണെങ്കിലേ, അമ്മൂനെ ഞാൻ വെറുതെ പറഞ്ഞല്ല. ജീവിക്കാനൊരു മാർഗം തന്നത് കരുണേട്ടനാ. അതിന്റെ പ്രത്യുപകാരമായിട്ടല്ല, എന്റെ ഒരു കടമ. അത്രയും കരുതിയാ മതി. പൊന്നപ്പനോട് എന്തു പറയുന്നൊരു വിഷമമുണ്ട്. ആ, അത് സാരമില്ല, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ വാ, ശരി, ഒരു ഗ്ലാസ് കാപ്പിയോടെ. അനത്തിയതില്ല, അനത്താനൊട്ട് പൊടിയുമില്ല. എന്നാ നീ കൂടി. എനിക്ക് വേണ്ട. ഇങ്ങോട്ടിരിടാ. നിന്നെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അമ്മൂന്റെ പപ്പന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു നിനക്ക്. കുറ്റപ്പെടുത്തരുത്. എന്റെ ഈ എന്നാന്ന് കുട്ടനെ വേണ്ടാന്ന് ഇവള് പറഞ്ഞോ? അമ്മൂന്റെ കല്യാണം നമുക്ക് സന്തോഷമായിട്ട് നടത്തണം. നീയായിട്ട് നടത്തിയാ മതി. ആ? ഇനി വേണ്ട വിളിയും പറച്ചിലും. വെള്ളത്തിൽ വരവീണ മായും കൂടപ്പറപ്പുകളെ പോലെ ഒന്നിച്ചു നടന്നിട്ട് നെഞ്ചു കുത്തുന്ന പോലെ അല്ലടാ. ഇനി നിന്റെ മകളെ കെട്ടിക്കോ, പെണ്ണം വെക്കോ, എന്ത് വേണേലും ചെയ്തോ. ഒരു കൊച്ചു കഞ്ഞിയും വെള്ളമുള്ള കുടിലേക്ക് പോകുന്നതിന്റെ അസൂയ. നാവടക്കല്ലേ, ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാലേ എന്നെ ആട്ടിയിറക്കും. അവളെ കുറിച്ച് എന്തിനാടാ ഇനി? അമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. ഒന്നോടെ ഞാൻ വിളിക്കാൻ പോവാ. അയ്യോ, ഇതുവരെ ഒരുങ്ങിയില്ലേ? ഉറപ്പിക്കലല്ലേ, കല്യാണമൊന്നും അല്ലല്ലോ. ഒന്ന് വേഗം ആവട്ടെ, അവരിപ്പം വരും. ശരി. ഗോപാല, ഗോപാല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മോ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നോവിക്കാനേ അമ്മൂനറിയൂ. കുസൃതി കാട്ടിയിട്ടുണ്ട്. മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. കൂടെ വിശ്വസിച്ചിറങ്ങി വന്നിട്ടും ഒന്നല്ല 100 വട്ടം യാചിച്ചില്ലേ എല്ലാവരുടെയും മുന്നില്. അന്ന് കടുവോളം കാരുണ്യം കാട്ടിയിരുന്നെങ്കിൽ. സ്വന്തമായി ഒരു തരി ഭൂമി പോലും ഇല്ലാത്ത ഞാൻ നിന്നെ ഇങ്ങോട്ട് എവിടേക്ക് പോവാനായിരുന്നു? നിനക്ക് താങ്ങും തണലും തരാൻ കേൾപ്പില്ലായിരുന്നു അന്നെനിക്ക്. എന്റെ അച്ഛനെ നോവിച്ചിട്ട് അമ്മൂന് ഒരു നേട്ടവും വേണ്ട. കുട്ടേട്ടൻ പൊയ്ക്കോ. അമ്മോ, പോകാനല്ലേ പറഞ്ഞത്? അച്ഛൻ കണ്ടാൽ അത് മതി. എന്റെ മുന്നിലിട്ട് തല്ലി ചതയ്ക്കുന്നവിടെ കാണാൻ എനിക്ക് വയ്യ. ഇഷ്ടപ്പെട്ടവരെ, സ്നേഹിച്ചവരെ വേദനിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക്. കുട്ടേട്ടൻ പറഞ്ഞ പോലെ കുത്തി നോവിച്ച് രസിക്കുന്നവളായിരുന്നോ കണ്ട ഈ അമ്മ?
എന്തിനാ ഈ പൊട്ടി പെണ്ണിനെ കൊണ്ട് ഓരോ വിട്ടുവേഷങ്ങൾ കേൾപ്പിച്ചത്? ഈ അമ്മ പാവമായിരുന്നില്ലേ? നല്ലതേ വരുത്താവൂ കൃഷ്ണ. എന്നോട് പൊറുക്കണം. കുട്ടേട്ടന് വേണ്ടെന്ന് പറഞ്ഞത് അച്ഛനെ പഴിക്കരുതെന്ന് ചെറിയച്ഛനോട് പറയോ? ക്ഷമിക്കരുത്. ഈ മകളെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കണം. അമ്മ, ഞാൻ പ്രസവിച്ചില്ലെങ്കിലും നീ എനിക്ക് ഇന്ന് സ്വന്തം മോളല്ലേ? ആ മോളോട് അമ്മയുടെ കാര്യം പറഞ്ഞ എന്റെ മോളെ അനുസരിക്കോ? അപ്പനെ മോക്ക് വേണ്ട. സംഭവിക്കുന്ന സമയത്തുള്ള കല്യാണത്തിന് ദുഷ്ടനാവൻ, ദുഷ്ടൻ. അമ്മേ, നമ്മുടെ ശോഭക്കുട്ടി കണ്ണാടി പൊഴിയ ചടിച്ചാകാൻ കാരണം അവനാ. സത്യ, സത്യം. കുറെ കാലമായി ഇവൻ എന്നെ നെറ്റിക്കൊണ്ട് നടന്ന് പൊള്ളുന്ന സത്യം. എന്തിനാ, എന്തിനാണെന്നറിയണം. ഇത്രയും കാലം ഉള്ളിൽ വെച്ച് ആരോടും പറയാതെ എന്തിനാണെന്ന് പറ. ആർക്കും ആരും നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് നിന്റെ അച്ഛനെ, എനിക്കും വേണമായിരുന്നു എന്റെ പൊന്നപ്പേട്ടനെ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്റെ കുടുംബത്തിന് എനിക്കൊരാശ്രയം തന്ന, ഒരച്ഛന്റെയും അമ്മയുടെയും ഭർത്താവിന്റെയും സ്വാതന്ത്ര്യം തന്ന് എന്റെ പൊന്നപ്പേട്ടൻ നഷ്ടപ്പെടുന്ന കാണാനുള്ള കൽപ്പനയ്ക്കില്ല മോളെ. പലപ്പോഴും ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ കഷ്ടങ്ങളുടെ കണക്കും കണ്ണീരോർത്തപ്പോ മനസ്സ് വന്നില്ല ആരോടും പറയാൻ. അവളെ അമ്മയോട് ക്ഷമിക്കില്ലേ അമ്മേ? കല്യാണ നിശ്ചയം നടക്കില്ല. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിൽ തന്റെ സമ്മതം ആർക്കാണ് വേണ്ടത്? വേണടാ, വരിക. ഒരു ഇഞ്ചിന് നീ മുന്നോട്ട് നടക്കില്ല. നീയാണ് ശോഭക്കുട്ടിയെ ചതിച്ചത് അല്ലടാ.
നീ ഇവനെ കൊന്നാൽ എനിക്ക് നീ ഇനിയും നഷ്ടപ്പെടും. അതിന് ഞാൻ സമ്മതിക്കില്ല. അന്തിയുണ്ടേ ഇന്നിനല്ല നാളെയുണ്ടേ. ഒന്നുദിച്ചാൽ അന്തിയുണ്ടേ ഇന്നിനെല്ലാം നാളെയുണ്ടേ. ചെമ്പകുമ്പ ചെമ്മരത്തി പിറവിയുണ്ടേ അറുതിയുണ്ടേ. ചപ്രമഞ്ച